അവർക്ക് മെസ്സേജ് മെസ്സേജ് എല്ലാവർക്കും റിപ്പീറ്റഡ് വന്നുകൊണ്ടിരിക്കും, ചിലർക്കൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൾസ് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അതേ കോൾ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എത്തിയത് ടെനിസണിലാണ്, ഏജ് ഓഫ് ടെനിസണിലാണ്. സോ അപ്പൊ നമ്മൾ 3 ഏജുകളും കറക്റ്റ് ആയിട്ട് പഠിച്ചു. ഏജ് ഓഫ് ടെന്നിസൺ അത്രയും ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞു, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ സംസാരിച്ച് തുടങ്ങിയില്ല. ഒരു മിനിറ്റ്, എന്റെ ബുക്കിന് എന്തോ ഒരു പ്രോബ്ലം, വൈറസ് എന്തോ കയറിയിട്ട് അത് മുഴുവനായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു. ബുക്ക് ഒരു സ്ഥലത്ത് നിൽക്കണില്ല. എന്റെ ബുക്ക് ഒരു സ്ഥലത്ത് നിന്നാലല്ലേ വായിക്കാൻ പറ്റുള്ളൂ. ബുക്ക് നിൽക്കണില്ല, അതാണ് ഇന്നത്തെ പ്രശ്നം. എന്റെ പേജ് നമ്പർ എവിടെയായിരുന്നു? ഈ ഏജ് ഓഫ് ടെന്നിസന്റെ പേജ് ഒന്ന് ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇടൂ. പേജ് നമ്പർ എവിടെയോ ഓടും. പേജ് നമ്പർ 33 എത്തിയിട്ടുള്ളൂ. മുകളിലേക്ക് പോയി. സോ ഏജ് ഓഫ് ടെന്നിസണിലും ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് 33. ഓക്കെ, താങ്ക് യു. ഏജ് ഓഫ് ടെന്നിസണിലും ഇതുപോലെ നമുക്ക് 4 റൈറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല, കാരണം അത് കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കേൾക്കാറില്ല. അതിനു മുമ്പേ ഇന്നലെ നമുക്ക് ഒരാൾ ഡൗട്ട് ചോദിച്ചത് ഇതായിരുന്നു. അത് ഞാൻ എന്താ ചോദിക്കാത്തത് വിചാരിച്ചു. പക്ഷെ ഞാൻ അയച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. അതായത് ഞാൻ പറഞ്ഞു 20 മാർക്സിന്റെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പേപ്പറിലും, എല്ലാ വർഷവും എല്ലാ പേപ്പറിലും 20 മാർക്സിന്റെ 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. ടോട്ടൽ 8 ക്വസ്റ്റ്യൻ വരും. അതിൽ 5 എണ്ണം എഴുതിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയവർക്ക് അതറിയാം, അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് അറിയാം. എഴുതാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നു. കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു 5 എണ്ണം, അതായത് 8 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 5 എണ്ണം എഴുതിയാൽ മതി. ഒരു ആൻസർ 20 മാർക്സിന്റെ ആൻസർ ആയിട്ടാണ് എഴുതണ്ടേന്ന് പറഞ്ഞു. ഇതിൽ ഒരു വർഷം ഇടയിൽ ഒരൊറ്റ വർഷം മാത്രം ഒരു പേപ്പറിൽ മാത്രം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു, മോഡലിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്, അതായത് 5 ആൻസർ എഴുതിയാൽ മതി. ഇതേപോലെ തന്നെ 8 ക്വസ്റ്റ്യനിൽ 5 ആൻസർ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ആ ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിൽ 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പറഞ്ഞ എന്താന്ന് ക്ലിയർ ആയോ? 20 മാർക്കിന്റെ ഒരു 8 എസ്സേ ആയിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുക. എല്ലാ പേപ്പറിലും, എല്ലാ 15 പേപ്പറിലും 20 മാർക്കിന്റെ ഒരു 8 ആൻസർ ആയിട്ട് എഴുതാനാണ് പറയുക സാധാരണ. ഒരേ ഒരു വർഷം മാത്രം, ഒരു 3 വർഷം മുമ്പേ ആണെന്ന് തോന്നുന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം അങ്ങനെ. സൗണ്ട് കുറവാണ്, ഞാൻ ഫുൾ സൗണ്ടിലാണല്ലോ വെച്ചിരിക്കണേ. ഫുൾ സൗണ്ടിലാണ് വെച്ചിരിക്കണേ. എല്ലാവർക്കും സൗണ്ട് കുറവായിട്ടാണോ കേൾക്കണേ? ഫുൾ സൗണ്ടിലാണല്ലോ വെച്ചിരിക്കുന്നത്. ഫുൾ സൗണ്ടിലാ? അല്ല, സൗണ്ട് ഓക്കെയാണ്. അതാണ്, സൗണ്ട് ഓക്കെയാണ്. പിന്നെ എന്റെ സൗണ്ട് ഇത്രേ ഉള്ളൂ, ഇവിടെ കൂട്ടാൻ പറ്റില്ല, ഇത്രേ ഉള്ളൂ സൗണ്ട്. ഫോണിന്റെ സൗണ്ട് മാക്സിമം വെച്ചിട്ടുണ്ട്, എന്റെ സൗണ്ട് ഇത്രേ ഉള്ളൂ, കൂട്ടാൻ പറ്റില്ല. കൂട്ടിയ മാക്സിമം സൗണ്ട് ആണ്, എന്റെ സൗണ്ട് ഇത്ര. ഓക്കെയാണ്? ഓക്കെ. ഇനി ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അതായത് ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിൽ 4 സബ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ എന്താ പറഞ്ഞ? 5 ആൻസറേ നിങ്ങൾക്ക് എഴുതാനുള്ളൂ, പക്ഷെ ഒരു ആൻസറിന്റെ ഉള്ളിൽ 4 ആൻസർ ആയിട്ട് എഴുതണം. 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 സബ് ക്വസ്റ്റ്യൻ. അപ്പൊ 5 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ 20 മാർക്ക് തന്നെ. അപ്പോഴും 20 മാർക്ക് തന്നെയാണ്, ഒരു ആൻസറിന് 20 മാർക്ക് തന്നെയാണ്. പക്ഷെ 5 മാർക്കിന്റെ 4 ആൻസർ ആക്കി എഴുതണം. അതായിരുന്നു ഇന്നലെ ചോദിച്ച ഡൗട്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചതെങ്കിൽ, അതായത് ഇതിലിപ്പോ ഷേക്സ്പിയറിന്റെ ഏജിലുള്ള 2 റൈറ്റേഴ്സിനെ കുറിച്ചും വേർഡ്സ്വർത്തിന്റെ ഏജിലുള്ള 2 റൈറ്റേഴ്സിനെ കുറിച്ചുമാണ് അതിൽ ചോദിച്ചതെന്ന് പറഞ്ഞു. അതായത് ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഉണ്ടായിരുന്നില്ല. രണ്ട് റൈറ്റേഴ്സിനെയും ഷേക്സ്പിയറിന്റെ പീരീഡിലുള്ള 2 റൈറ്റേഴ്സിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ.
ഇത് ഏത് പേജിൽ നിന്നും അല്ല എടുക്കണം, കോമൺ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. രണ്ട് ഏജിലുമുള്ള രണ്ട് റൈറ്റേഴ്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഷേക്സ്പിയറിന്റെ ഏജ് ഫുൾ ആയിട്ട് എഴുതണം, വേർഡ്സ്വർത്തിന്റെ ഏജ് ഫുൾ ആയിട്ട് എഴുതണോ എന്നുള്ളതാണ് ഡൗട്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഓൺലി ദ ആൻസർ. ആ ഷോർട്ട് ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം എഴുതാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം. അല്ല ഇത് എസ് എ ആയിട്ടാണ് ചോദിച്ചതെങ്കിൽ ജനറലി മെൻഷൻ ചെയ്ത് എഴുതണം. പിന്നെ നിങ്ങൾ എഴുതുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് കറക്റ്റ് 5 മാർക്കിന്റെ ഷോർട്ട് ആൻസർ പറയുമ്പോൾ ഒരു ലൈനെങ്കിലും പറയണം. അതായത് ഷേക്സ്പിയറിന്റെ പീരീഡിലുള്ള 2 റൈറ്റേഴ്സിനെയും വേർഡ്സ്വർത്തിന്റെ പീരീഡിലുള്ള 2 റൈറ്റേഴ്സിനെയും പേര് തമ്മിൽ കമ്പയർ ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 4 പേരെയും കുറിച്ച് 4 ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. 5 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിലൊക്കെ ഇൻട്രൊഡക്ഷൻ ഷേക്സ്പിയറും വേർഡ്സ്വർത്തും ഒക്കെ കൊടുക്കണോ എന്നുള്ളതാണ് ഡൗട്ട്. 4 ആൻസറിലും കൊടുക്കണോ എന്ന് ചോദിച്ചാൽ ഒരു ലൈനെങ്കിലും കൊടുത്തിരിക്കണം. 5 മാർക്കിന്റെ ആൻസറിൽ ഒരു ലൈനിലെങ്കിലും ഷേക്സ്പിയറിന്റെ പീരീഡിൽ ഇങ്ങനെ നമ്മളുടെ ലിറ്ററേച്ചറിന്റെ പീരീഡിനെ തന്നെ 5 ഡിവിഷൻസ് ആക്കി തിരിച്ചിട്ടുണ്ട്. അതില് മെയിൻ ആയിട്ട് ഷേക്സ്പിയറിന്റെ പീരീഡിൽ അഗെയിൻ 3 കണ്ടംപററിയൻസ് ആണ് ഉണ്ടായിരുന്നത്. മെയിൻ ആയിട്ട് 3 കണ്ടംപററിയൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ കുറിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത് പറഞ്ഞിട്ട് ആ 2 പേരെ കുറിച്ച് എഴുതണം. 2 ലൈനിൽ എഴുതണം. ഇതേ ഒരു 20 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഈ ഡിവിഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ക്ലിയർ ആയല്ലോ? അവിടെ ചോദിച്ച ആൾക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അപ്പൊ ഒരു ലൈനെങ്കിലും മെൻഷൻ ചെയ്തിരിക്കണം. അതായത് ജനറലി ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് മാത്രം എഴുതാതെ ഒരു ലൈൻ, അത് ഏത് പാർട്ടിൽ നിന്നാണ് എഴുതുന്നത്, ഏതിന്റെ ഡിവിഷൻ ആണെന്ന് ഒരു ലൈൻ കൊടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ആ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ എസ് എ ആയിട്ട് എഴുതുമ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ആ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് വേണം അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എഴുതാൻ. 5 മാർക്കിന്റെ ആൻസർ ആക്കിയപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതാൻ പഠിക്കണമെന്ന് അർത്ഥം. 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയി ചോദിക്കുമ്പോൾ എങ്ങനെ ചുരുക്കി എഴുതണം, ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണോ എന്നുള്ളത് നമുക്ക് അറിയണം. എങ്ങനെ അതിനെ ഷോർട്ട് ആക്കാം, എങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് എഴുതണോ എന്നുള്ളത് മെൻഷൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊരു ലൈനെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ഏജ് ഓഫ് ടെനിസൺ ഞാൻ ഓടിച്ച് വെറുതെ ഒന്ന് പറഞ്ഞു പോയി, എടുക്കണില്ല എന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് വായിക്കാൻ തന്നതായിരുന്നു, അതിൽ എന്താണെന്ന് മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ, എടുക്കുന്നില്ല. ഏജ് ഓഫ് ടെനിസണിൽ ഒരു മെയിൻ ആയിട്ട് ഒരു 3-4 കോൺട്രിബ്യൂഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. പ്രിൻസസ്, മെമ്മോറിയം, മോണോഡ്രാമ ഇങ്ങനെ 3 പറഞ്ഞിട്ടുണ്ട്. മെമ്മോറിയം ആണ് നമ്മളെ ടെനിസന്റെ ഫ്രണ്ടിന്റെ മിസ്സിങ്ങിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. മെമ്മോറിയം ഒരു ഫ്രണ്ടിന്റെ റീകളക്ഷൻസ് ആണ്. പേജ് നമ്പർ 33 ഫ്രണ്ടിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ടെനിസന്റെ പീരീഡിലുള്ള 4 ആളുകൾ റോബർട്ട് ബ്രൗണിംഗ്, തോമസ് കാരൽ, ജോൺ റസ്കിൻ, മാത്യു അർണോൾഡ്, താക്കറെ. ഇതിൽ 2 പേരെ കുറിച്ചായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. തോമസ് കാരലിലും റോബർട്ട് ബ്രൗണിങ്ങിനെ കുറിച്ചായിരിക്കും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക. ഇടയിലിരുന്ന് ചാറ്റ് ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിൽ ഇരുന്ന് ചിരിക്കുക. ഇടയിൽ മെസ്സേജ് ഇങ്ങനെ പ്രൈവറ്റ് ചാറ്റ് ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുക. ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ടാണോ ചിരിക്കുന്നത്, നിങ്ങൾ മെസ്സേജ് കണ്ടിട്ടാണോ ചിരിക്കുന്നത് എനിക്കറിയില്ലല്ലോ. എനിക്ക് കാണുമ്പോൾ തോന്നുന്നു നിങ്ങൾ എന്നെ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടാണ് ചിരിക്കണേന്നാണ് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് പ്രൈവറ്റ് ചാറ്റ് ചെയ്യുക ഇടയിൽ ക്ലാസ്സിൽ ഇരുന്നിട്ട്, എന്നിട്ട് ഇരുന്ന് ചിരിക്കുക. ഇനി എന്താ ഈ ചിരിച്ചതിന്റെ മീനിങ് എനിക്ക് മനസ്സിലായില്ല. ക്ലാസ്സിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടാണോ ചിരിക്കുന്നത്, അല്ല നിങ്ങൾ തമ്മിൽ വല്ലതും പറഞ്ഞിട്ടാണോ ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എനിവേ, ഏജ് ഓഫ് ടെനിസണിൽ ഈ 3 പേരാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ 3 റൈറ്റിംഗ്സ് ആണ്, അതായത് പ്രിൻസസ്, മെമ്മോറിയം ആൻഡ് മോണോഡ്രാമ, ഇത് 3 പറഞ്ഞിരിക്കുന്നത്. മെമ്മോറിയം ആണ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടാവും. മെമ്മോറിയം എന്ന് പറയുന്നത് തന്റെ ഫ്രണ്ടിന്റെ മിസ്സിങ്ങിനെ കുറിച്ച് എഴുതിയ ഒരു സ്റ്റോറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റീകളക്ഷൻസ് ആണെന്ന്, സ്റ്റോറിയല്ല റീകളക്ഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഡിയൽസ് ഓഫ് ദ കിങ്, ആ ഇറ്റാലിക്സിൽ കൊടുത്ത വേർഡുകളൊക്കെ തന്നെ ടെനിസനെ കുറിച്ച്, ടെനിസന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത് അതാണ്. ചീഫ്ലി ലിറിക്കൽ, ഐഡിയൽസ് ഓഫ് ദ കിങ്, ഇയറും അതൊക്കെയാണ് പഠിക്കാനുള്ളത്. ആ പീരീഡിലുള്ള 2 റൈറ്റേഴ്സ് ആണ് ബ്രൗണിങ്ങും കാരലും. ബ്രൗണിങ്ങിന്റെ റൈറ്റിംഗ്സും അതുപോലെ ഡ്യൂക്ക് ഓഫ് ലാസ്റ്റ് ഡച്ചസ്, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഡ്യൂക്ക് ഓഫ് ലാസ്റ്റ് ഡച്ചസ് ഒക്കെ ബ്രൗണിങ്ങിനെ കുറിച്ചും. കാരലിൽ കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല. അധികം അറിയപ്പെടാത്ത, കൂടുതൽ ഫേമസ് എന്ന് പറയാനൊന്നും, നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കൂടുതൽ ഈ UG PGയിലൊന്നും കൂടുതൽ പഠിക്കാനില്ലാത്ത ഒരു ഭാഗമാണ് കാരലിൽ എന്ന് പറയുന്നത്, തോമസ് കാരൽ. എങ്കിലും പ്രോസ് ലിറ്ററേച്ചറിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ തന്നെയെന്ന് പറയുന്നു. ലേറ്റർ വർക്ക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു റൈറ്ററെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റസ്കിൻ ആണ്.
റസ്കിൻ. ഇങ്ങനെ 3 പേരെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് കണ്ടംപററീസ് പറഞ്ഞ മാക്ലെ, അങ്ങനെ കുറച്ച് പേരെ കുറിച്ച്, മാക്ലെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ തരാൻ വെച്ചതാണ്, അത് വായിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. അപ്പൊ മെയിൻ ആയിട്ട് പറയാനുള്ളത് ടെനിസണും ആ 4 പേര് ആരൊക്കെയാണെന്ന് പറഞ്ഞു വെക്കുക. അതിലുള്ള റൈറ്റേഴ്സിന്റെ ഇത് ഒന്നാമത് ഈ 4 പീരീഡും കൂടെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് എല്ലാ റൈറ്റേഴ്സിന്റെ പേരുകൾ, അവരെഴുതിയ ബുക്സിന്റെ പേരുകൾ, ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളയരുത്. പഠിക്കുന്നത് നീറ്റായിട്ട് പഠിക്കുക. ആകെ 3 ആദ്യത്തെ 3 പഠിച്ചുള്ളൂ എങ്കിലും ഷേക്സ്പിയറും വേർഡ്സ്വർത്തും ഇതും മാത്രമേ പഠിച്ചുള്ളൂ എങ്കിൽ അത് മാത്രം നീറ്റായിട്ട് അതിലുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണ്, ആ 4 റൈറ്റേഴ്സ് ആരൊക്കെയാണ്, കൂടെയുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചാർട്ട് പോലെ ഉണ്ടാക്കി പഠിക്കുക. എല്ലാം കൂടെ പഠിച്ചിട്ട് ഇതും കുറെ അതും അറിയാം, ഇതും കുറെ അറിയാം, അതും കുറെ അറിയാം, അങ്ങനെ അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനേക്കാട്ടിൽ നമുക്ക് മെയിൻ ആയിട്ട് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ അടുത്ത 2 സെക്ഷൻ നിങ്ങൾക്ക് എല്ലാ വർഷവും അറിയേണ്ട ഒരു വിഷയമാണ്, അടുത്ത വർഷം അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. പോയട്രി ബുക്കിലൊക്കെ നമുക്ക് ഇനി പഠിക്കാനുള്ള പോയട്രി, ഡ്രാമ എന്നൊക്കെ ബുക്കിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന പോർഷൻസ് ആണ് അടുത്ത 2 സെക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഇതിലുള്ള പെർസെന്റേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഏജ് അല്ല, ഈ ബുക്ക് എഴുതുമ്പോൾ ഉള്ള പെർസെന്റേജ് ആണ്. H.G. വെല്ലും ലോർഡ് ജിം, ഫോർസിസ് സാഗ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. G.K. ചെസ്റ്റർട്ടൺ, D.H. ലോറൻസ്, മെയിൻ ഓതേഴ്സ് ആ സമയത്തുള്ള ലാസ്റ്റ്, അതായത് ഷേക്സ്പിയറിന്റെ പീരീഡ് തൊട്ട് ലാസ്റ്റ് പീരീഡ് വരെയുള്ള ഡിവിഷൻ ഇങ്ങനെ 4 ആക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള ലാസ്റ്റ് പീരീഡിലുള്ള റൈറ്റേഴ്സിനെ കുറിച്ച്. എന്റെ ബുക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലാണ് T.S. ഇലിയട്ട് ഒക്കെ പറയുന്നത്, L.A. റിച്ചാർഡ്സ്, ലെവിസ്, ഇവരെ കുറിച്ചൊക്കെ പറയുന്നത് ആ പ്രസന്റ് ഏജിലാണ്. G.K. ചെസ്റ്റർട്ടൺ, അവരെ കുറിച്ചൊക്കെ പറയാം. ചെസ്റ്റർട്ടൺ ഒക്കെ നമുക്ക് പിന്നെയും പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു 3 4 റൈറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി പേജ് നമ്പർ 48ലേക്ക് നോക്കിക്കോളൂ. 48, അതെ 47 തന്നെ തുടങ്ങുന്നുണ്ട്. അതില് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ടു റിമെമ്പർ ദ ഏജ് ഓഫ് ഷേക്സ്പിയർ എന്ന് പറഞ്ഞ നമ്മൾ ഇത്രയും നേരം പഠിച്ച ഷേക്സ്പിയറിന്റെ പീരീഡിലുള്ള ഇയറും അവരുടെ ആരുടെ പീരീഡിലാണ് ഇതൊക്കെ വന്നത്, ഈ റൈറ്റിംഗ്സ് ഒക്കെ കൂടുതൽ ഉണ്ടായിരുന്നത്. കുറെ പേരുകൾ കണ്ടല്ലോ, ഇത്രയും നമുക്ക് പഠിക്കാനുള്ളതാണ്. ക്ലിയർ? ഈ 4 പീരീഡിലും കൂടിയുള്ള റൈറ്റേഴ്സിന്റെ പേരുകളും ഇയറുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിപ്പോഴായിരിക്കും കാണുന്നുണ്ടാവും. ചിലരിങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് നോക്കുന്നു, ഇപ്പോഴാണ് ഈ പേജ് കാണുന്നത്, ഇങ്ങനെ ഒരു പേജ് ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇപ്പോഴാണ് നോക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. എല്ലാവരും ഇരുന്ന് പഠിച്ചോളൂ. ഏതൊക്കെ പേജ് ഓഫ് ടെനിസണിലും കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ. ബ്രൗണിങ്, പോളിംഗ്, താക്കറെ, മോളിസ് എസ്സി, റസ്കിൻസ്, മോഡേൺ പെയിന്റേഴ്സ്, താക്കറേസ്, വെനീറ്റ്. ഇപ്പൊ പേരുകളും ആ ഓതറുടെ താക്കറേസ് വെനിറ്റി ഫെയർ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഓതറുടെ പേരും എന്താണ് അവർ എഴുതിയ പോയമാണോ എന്താണെന്നുള്ളത് ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും പേജ് നമ്പർ 52ലുള്ള പോയട്രിക്ക് മുകളിലുള്ള 1892ലുള്ള ഡെത്ത് ഓഫ് ലോർഡ് ടെനിസൺ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ആരൊക്കെ എന്തൊക്കെ എഴുതി, അവരുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നു, ഏതൊക്കെ ഓതർ ജനിച്ചു, ഏതൊക്കെ ഓതേഴ്സ് മരിച്ചു, ഏതൊക്കെ ഓതേഴ്സ് എന്തൊക്കെ എഴുതി, ഏതൊക്കെ ബുക്കുകൾ എഴുതി, ഏതൊക്കെ കോൺട്രിബ്യൂഷൻസ് ചെയ്തു എന്ന് മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മുഴുവൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. ആ പേജുകളൊക്കെ തുറന്ന് നന്നായിട്ട് അത് തിരിച്ച് ബുക്കിൽ റെഫറൻസ് ഉണ്ട്, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പേരുകളായിട്ട് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ ഒരു ചാർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ ചാർട്ട് ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ട് ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നേരത്തെ പഠിച്ചതൊക്കെ ഈ ചാർട്ടിൽ കറക്റ്റ് ഓർഡറിൽ ഉണ്ടോ എന്ന്, ഓർഡറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ കറക്റ്റ് ചെയ്ത് 1 2 3 എന്നൊക്കെ കറക്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ക്ലിയർ ആയില്ല നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ വളരെ ഈസി ആയിരുന്നു എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ പറഞ്ഞ് അങ്ങനെ ബുക്ക് നോക്കി പറഞ്ഞു പോകുമ്പോ ഏകദേശം ഐഡിയ ആയിട്ട്, ഇങ്ങനെ കാണുമ്പോൾ ഒട്ടും ഓർമ്മ കിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതി പഠിക്കുമ്പോൾ ക്ലിയർ ബൈ ഹാർട്ട് ആയിരിക്കും. ബുക്കിൽ ലൈൻ ബൈ ലൈനിൽ കാണുമ്പോൾ ഓരോ പേജിലും അടുത്ത പാരഗ്രാഫിൽ എന്താണെന്നുള്ളത് ഒരു മൈൻഡിൽ ഒരു ഐഡിയ എങ്കിലും ഉണ്ടാവും. ഇങ്ങനെ വേർഡ് ബൈ വേർഡ് ആയിട്ട് എനിക്കിത് മാത്രം പറഞ്ഞു തന്നാൽ മതി. ശരിക്കും ഓരോ പേജിലുള്ള ഓരോ പീരീഡിലുമുള്ള ഓതേഴ്സ് ആരൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്തേ അതിൽ പറയാനുള്ളൂ, അവരുടെ ജീവചരിത്രം എന്ന് പറയാൻ അതേ പറയാനുള്ളൂ. അപ്പൊ ഇത് മാത്രം പറഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒട്ടും നിങ്ങൾക്ക് ഒന്നും ഒരു മൈൻഡിലും കയറില്ല. അതിങ്ങനെ ബൈ ഹാർട്ട് തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ലൈനിലെ ഇടയിൽ ഇങ്ങനെ പാരഗ്രാഫിൽ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു വരാൻ കാരണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് രണ്ടും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ മാത്രമല്ല നെക്സ്റ്റ് ഇയറിലും ഒക്കെ യൂസ് ആവുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ വർഷത്തിൽ തന്നെ ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള പോയട്രി, ഡ്രാമ തുടങ്ങിയ ബുക്സിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ലിറ്റററി ഫോംസ്, അതായത് പോയട്രി, ഡ്രാമ എന്ന് പറയുന്ന സെക്ഷൻ എന്താണ്, വാട്ട് ഈസ് പോയട്രി, പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്,
അതിനെ എങ്ങനെയൊക്കെയാണ് എഴുതുന്നത്, അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് പോയട്രിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് പോയട്രി, 2 types of poetries ഉണ്ട്. സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് പോയട്രി ഉണ്ട്. So objective poetry is external objects such as deeds, events and things that we see around. ഒരു ഒബ്ജക്റ്റിനെ കുറിക്കുന്ന പോയട്രി, അതായത് ഒരു വസ്തുവിന് നമുക്ക് ചുറ്റും കാണുന്ന ഇൻസിഡൻസ് ആവാം, ഒരു പ്രത്യേക ഒരു ഒബ്ജക്റ്റ് ആവാം, ഒരു എന്തെങ്കിലും ഒരു സംഭവങ്ങളാവാം, ഈവെന്റ്സ് ആവാം. ഇങ്ങനെ ഇതിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. ദിസ് ഇസ് നിയർലി എക്സ്റ്റേണൽ, അതായത് പുറത്ത് കാണുന്ന വിഷയങ്ങളാണ്, എക്സ്റ്റേണൽ തിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇംപേഴ്സണൽ, ഫോക്കസ് ഓഫ് അറ്റൻഷൻ ഈസ് പ്രൈസ്വർത്തി, ആക്ട് ഓഫ് ത്രില്ലിംഗ്, എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ഒരു ബ്യൂട്ടിഫുൾ സൈറ്റിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ പ്രൈസ്വർത്തി അപ്രീസിയേഷൻ ആയിരിക്കാം. പേജ് നമ്പർ 52, പേജ് നമ്പർ 52 ആണ്. അപ്പൊ അപ്രീസിയേഷൻ ആയിരിക്കാം, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ആയിരിക്കാം, ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റ് ആയിരിക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് എക്സ്റ്റേണൽ പുറത്ത് കാണുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം, ഇൻസിഡന്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പോയട്രീസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് പോയട്രീസ് ദ പോയറ്റ്സ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്. ഇന്നർ മൈൻഡിൽ നിന്ന്, ഒരു പോയിറ്റിന്റെ ഇന്നർ മൈൻഡിൽ നിന്ന് വരുന്ന തോട്ട്സ് ആൻഡ് ഫീലിംഗ്സിനെ കുറിച്ച് എഴുതുന്നതാണ് ഒബ്ജക്റ്റീവ് ടൈപ്സ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. പോയറ്റ് ബ്രിങ്സ് ഹിസ് ഓൺ റിഫ്ലക്ഷൻ, ഹി വ്യൂസ് ഇറ്റ് ഫ്രം വിത്തിൻ. അപ്പോ അതാണ് നേരത്തെ പറഞ്ഞത്, പോയിറ്റിന്റെ ഉള്ളിൽ തോന്നുന്ന ഫീലിംഗ്സിനെ ഹിസ് ഓൺ ഐഡിയാസ് അല്ലെങ്കിൽ ഹിസ് ഓൺ വ്യൂ പോയിന്റ്സ്, പോയിറ്റിന്റെ വ്യൂ പോയിന്റ്സിൽ അതിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതിനെയാണ് സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പോയട്രി എന്ന് പറയാം. It is personal, the focus of attention is the poet himself. ഇവിടെ focus of attention is the poet himself. നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഒബ്ജക്ട്സ്, പുറത്ത് കാണുന്ന ഏതെങ്കിലും ഈവന്റോ ഒബ്ജക്റ്റോ, എന്തിനെങ്കിലും ഒരു പ്രകൃതിയിൽ കാണുന്ന ഒരു പൂവോ ഒരു പക്ഷിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും പോയട്രി എഴുതുന്നത്. ഇവിടെ സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പോയട്രീസിൽ പോയിറ്റിന്റെ ഇന്നർ മൈൻഡിൽ നിന്ന് വരുന്ന ഫീലിംഗ്സ് ആസ് പെർ ദ വ്യൂ പോയിന്റ് ഓഫ് ദ പോയിറ്റ്, പോയിറ്റിന്റെ കാഴ്ചപ്പാടിൽ അതിനെ എങ്ങനെ കാണുന്നു, മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് പോയിറ്റിന്റെ വിഷയമല്ല, പോയിറ്റിന്റെ മൈൻഡിൽ ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറയാൻ തോന്നുന്നത്, അതാണ് സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. സോ ദ ഫോക്കസ് ഓഫ് അറ്റൻഷൻ ഇസ് പോയിറ്റ് ഹിംസെൽഫ്. അപ്പൊ പോയിറ്റിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പോയട്രീസ് പഠിക്കുമ്പോൾ പോയിറ്റിനെ കുറിച്ച് പോയട്രി ഒരാൾ പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ. കാരണം അത് പോയിറ്റിന്റെ വ്യൂ പോയിന്റ് എന്താണെന്ന് അതിനെക്കുറിച്ച് റെഫർ ചെയ്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, പോയിറ്റിനെ കുറിച്ച് പഠിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൂടാതെ സ്കൂളിലുള്ള പോയിന്റ്സിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പോയട്രി തരുന്നതിന്റെ മുന്നേ ഒരു പാരഗ്രാഫ് ഉണ്ടാവും. ആ പോയിറ്റിനെ കുറിച്ചും പോയിറ്റ് ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് ഒരു പാരഗ്രാഫ്, ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു 9th 10th ലെസൺസിലൊക്കെ പോയട്രി പഠിക്കുമ്പോൾ പോയട്രിയുടെ മുകളിൽ ഒരു പാരഗ്രാഫ്, ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടാവും. ഇത് ആര് എഴുതിയ പോയട്രിയാണ്, എന്ത് സിറ്റുവേഷനിൽ എഴുതിയതാണ്, ഇത് എന്തിനെ കുറിച്ച് എഴുതുന്നതാണ്, ഒരു സമ്മറി തന്നിട്ടുണ്ടോ, അതിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ തന്നാൽ മാത്രമേ ഈ പോയിറ്റിന്റെ വ്യൂ പോയിന്റ് എന്താണെന്ന് അറിയൂ. പോയിറ്റ് കവി ഉദ്ദേശിച്ച്, നമ്മളൊക്കെ കളിയാക്കി പറയാറില്ലേ, കവി ഉദ്ദേശിക്കുന്നത് എന്താണാവോ കവി ഉദ്ദേശിച്ചതെന്ന് പറയാറില്ലേ, അത് തന്നെ. കവി ഉദ്ദേശിക്കുന്നത് കവിക്ക് മാത്രമേ അറിയുള്ളൂ, ആ പോയിറ്റിന് മാത്രമേ അറിയുള്ളൂ, മൈൻഡിൽ മാത്രമേ അറിയുള്ളൂ എന്ത് ഉദ്ദേശത്തോടെ എന്ത് വ്യൂ പോയിന്റോടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതാണ് അങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ പോയിറ്റിനെ കുറിച്ച് നമ്മൾ അറിയണം. ഒരു പോയട്രി പഠിക്കുമ്പോൾ ആ പോയിറ്റിനെ കുറിച്ച് നമ്മൾ സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പോയട്രീസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം പോയിറ്റ് ആരാണ്, എന്ത് ടൈപ്പ് ഓഫ് പോയിറ്റ് ആണ്, എങ്ങനെയാണ് എഴുതാറുള്ളത്, പോയിറ്റ് എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ പോയട്രി എഴുതിയിരിക്കുന്നത്, എന്ത് സിറ്റുവേഷനെ ബേസ് ചെയ്താണ് ഇത് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ പലത്. അപ്പൊ നമുക്ക് അടുത്ത വർഷം നിറയെ പോയിംസ് പഠിക്കാനുണ്ട്. ഡെത്തിനെ കുറിച്ച്, ബർത്തിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പലരുടെ വ്യൂ പോയിന്റ്, ഡെത്തിനെ കുറിച്ചുള്ള പലതരം വ്യൂ പോയിന്റ്, പലരും പേടിയാണ്, ചിലർക്ക് ആകാംക്ഷയാണ്, ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് പേടിയില്ല, അങ്ങനെ പല പല വ്യൂ പോയിന്റ്, പല പോയിന്റ്സിനും പല വ്യൂ പോയിന്റ്സ് ആണ്. ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പോയട്രി എന്ന് പറയാം. സോ ഇവിടെ ബുക്കാണെങ്കിൽ പേഴ്സണൽ, ഇവിടെ for example, the poem Youth and Age by Shakespeare and Coleridge. Here, Shakespeare's was objective, where he is making a plain statement of fact. Coleridge's poem is subject to expression of deep personal feelings aroused. Youth and Age എന്ന് പറയുന്ന പോയത്തിൽ രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ബൈ ഷേക്സ്പിയർ ആൻഡ് കോളറിഡ്ജ്. രണ്ടുപേരുടെയും എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഷേക്സ്പിയറിന്റെ വ്യൂ പോയിന്റ് ഇത് ഒബ്ജക്റ്റീവ് ആണ്, യൂത്തിനെ കുറിച്ചുള്ള ഒരു ഒബ്ജക്റ്റ്, പുറത്ത് എക്സ്റ്റേണൽ കാണുന്ന യൂത്തിനെ കുറിച്ച്, ഏജിനെ കുറിച്ചും പറയുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്, ഒരു ഫാക്ടിനെ കുറിച്ച്, ഏജ് ആകുമ്പോൾ അവരിൽ വരുന്ന ചേഞ്ചസ്, യൂത്തിൽ നിന്ന് ഏജിലേക്ക് വരുമ്പോൾ ഒരാളുടെ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞതാണ്. Coleridge's poem is subject to expression of deep personal feeling aroused.
കൊളറിഡ്ജ് ആണെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള പേഴ്സണൽ ഫീലിംഗ്, തന്റെ വ്യൂ പോയിന്റില് അങ്ങനെ ഏജ് ഒന്നും ഇല്ല, അങ്ങനെ ഒരു ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്നുള്ള തോന്നലാണെങ്കിൽ ആ കവിക്ക് മാത്രം തോന്നുന്നതാണ് അങ്ങനെ. ഏജ് ചേഞ്ച് ആവും, യൂത്തിൽ നിന്ന് ഏജിലേക്ക് വരുമ്പോൾ ഒരാൾക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല, മൈൻഡിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഒരാളുടെ മാത്രം വ്യൂ പോയിന്റ് ആണ്. അങ്ങനെ പറയുന്നതിനെയാണ് സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പോയട്രി എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒറിജിനെ കുറിച്ചൊക്കെ കൊടുത്തപ്പോൾ ഇത് ഈ രണ്ട് ഡിവിഷൻ ആണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി പോയറ്റിക്കൽ ടൈപ്സ്, ഇതാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പോയറ്റിക് 8 ആണെന്ന് തോന്നുന്നു അല്ലെ, 8 അല്ലേ, 8 ഹെഡിങ്സ് ആയിരിക്കും അതിൽ വരുന്നുണ്ടാവുക. ഓരോ ടൈപ്സ് ഓഫ് പോയട്രിയും 8 ഹെഡിങ്സ്. ഇത് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. എന്താണ് ഓരോ ടൈപ്പ് ഓഫ് പോയട്രിയും എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. ദ ലിറിക്, ഫസ്റ്റ് വൺ ഇസ് ദ ലിറിക്. ലിറിക്കൽ പോയംസ് അല്ലെങ്കിൽ പോയംസിന്റെ ടൈപ്സ് ആണ്. എന്തൊക്കെ? ബാലഡ്സ്, ലിറിക്കൽ ടൈപ്പ് ഓഫ് പോയംസ്, ഓഡ് പോയംസ്, ഇങ്ങനെ പല തരത്തിലുള്ള പോയംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ദ ലിറിക്. Lyric is a short musical composition meant to be sung to the accompaniment of a lyre by a single singer. ഒരാൾ ഒറ്റയ്ക്ക് പാടുന്ന ഒരു മ്യൂസിക്കൽ കമ്പോസിഷൻ, ചെറുതായിട്ട് ഒരു ഈണത്തോടെ പാടുന്ന ഒരു മ്യൂസിക്കൽ കമ്പോസിഷനെയാണ് ലിറിക്കൽ പോയംസ് എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ്സിലായിരിക്കും അതിന്റെ മീനിങ്, ഒരൊറ്റയ്ക്ക് ഒരാൾ പാടി മീനിങ് ഫുൾ ആക്കുന്നത്. അപ്പോൾ അതിന്റെ ലിറിക്സിനാണ് അതിന്റെ പ്രാധാന്യം. ടേം ഈസ് യൂസ്ഡ് ഫോർ എനി ഷോർട്ട് നോൺ നറേറ്റീവ് പോയം എക്സ്പ്രസിംഗ് എ സിംഗിൾ തോട്ട് ഓഫ് ഫീലിംഗ് ഓഫ് ദ പോയറ്റ്. പോയറ്റിന്റെ ഫീലിങ്ങിനെ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ് ഉപയോഗിച്ച്, ലിറിക്സ് ഉപയോഗിച്ച് ഒറ്റയ്ക്ക് ഒരാൾ ചെറിയൊരു മ്യൂസിക് കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഈണം ഉണ്ടാവും, അങ്ങനെ പാടുന്ന, അങ്ങനെ എഴുതുന്ന അല്ലെങ്കിൽ അങ്ങനെ പാടാൻ പറ്റുന്ന പോയട്രീസിനെയാണ്, പോയംസിനെയാണ് നമ്മൾ എന്താ പറയാ ലിറിക്കൽ പോയംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ മലയാളത്തില് എന്താ വൃത്തം ഒക്കെ കേട്ടിട്ടില്ലേ, കവിതയുടെ എന്താ അങ്ങനത്തെ അതൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ പോയട്രി എഴുതുന്നതിന് ചില റൂൾസ് അത്രേ ഉള്ളൂ. ഇതിലും അതേ ഉള്ളൂ, ഇംഗ്ലീഷ് പോയിന്റ്സ് എഴുതുന്നതിനുള്ള റൂൾസ്. ഫോർ എക്സാമ്പിൾ അലൻ പോ, എഡ്ഗർ അലൻ പോ പോയിറ്റിന്റെ പേരാണ്. അമേരിക്കൻ പോയിറ്റ്, റോട്ട് സെവറൽ പോയംസ്, ഫേമസ് ലിറിക്സ്. ഈ ലിറിക്കൽ സ്റ്റൈൽ ഓഫ് പോയംസ് കൂടുതൽ എഴുതിയിരിക്കുന്നത് അമേരിക്കൻ പോയിറ്റ് ആയ എഡ്ഗർ അലൻ പോ ആണ്. ലിറിക് ഇസ് എ സബ്ജക്റ്റീവ് പോയം, ഇതൊരു സബ്ജക്റ്റീവ് പോയം ആണ്. ഒബ്ജക്റ്റും സബ്ജക്റ്റും എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു. വിച്ച് എക്സ്പ്രസസ് പോയറ്റ്സ് ഇമോഷൻ, പോയിറ്റിന്റെ ഇമോഷനെ കാണിക്കുന്ന ഒരു സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പോയം ആണ്. It can be divided into 3 parts for the state of emotion. Second part consists of 3 thoughts suggested by emotion. The last poet returned to his initial mood. For example, so 3 പാർട്ടാക്കി പോയട്രി തിരിച്ചിട്ടുണ്ട്. ഇമോഷനും തോട്ട്സും, അതായത് പെട്ടെന്ന് ഒരു വിഷയം കാണുമ്പോൾ ഉണ്ടാവുന്ന ഇമോഷൻസ്, എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ആ എക്സ്പ്രഷനെ കുറിച്ച് ചിന്തിക്കുന്നത് ഏതാണ്. തേർഡ് പോയിന്റിൽ ഹി ഈസ് കമ്മിങ് ബാക്ക് ടു ദ ഓൾഡ് ഇമോഷൻ, പഴയ സ്റ്റാറ്റസിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പാർട്ട്, അത് ആ പോയത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഹെറിക്സ് ലിറിക് ടു ബ്ലോസം. ടു ബ്ലോസംസ് എന്നുള്ളതും ഇതുപോലെ ഹെറിക് എന്ന പോയറ്റ് എഴുതിയ ലിറിക്കൽ പോയമാണ് ടു ബ്ലോസംസ് എന്ന് പറയുന്ന മറ്റൊരു എക്സാമ്പിൾ. അതായത് നിങ്ങൾ ഒരു ഹെഡിങ് എഴുതുമ്പോൾ, ലിറിക്കൽ പോയം എന്നൊരു ഹെഡിങ് എഴുതുമ്പോൾ വാട്ട് ഇസ് ലിറിക് പോയം എന്നൊരു ഷോർട്ട് ആൻസർ കൊടുക്കണം. അവിടെ 2 ലൈനിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. ലിറിക് പോയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞു, ഷോർട്ട് മ്യൂസിക്കൽ കമ്പോസിഷൻ ആണ്. inner feelings of the inner thoughts and feelings of a poet എന്ന് പറഞ്ഞു, expression of thoughts and narrative poems എന്ന് പറഞ്ഞു. ആ ഒരു എക്സ്പ്രഷൻ കൊടുക്കണം. ഈ ലിറിക്കൽ പോയംസിൽ എഴുതിയ എക്സാമ്പിൾസിന് പറയണം, 1-2 എക്സാമ്പിൾസ് നമുക്ക് പറയണം. അതാണ് ഇവിടെ പറഞ്ഞത്. എഡ്ഗർ അലൻ പോയിന്റെ ഒരു പോയത്തിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ദ സെക്കൻഡ് എക്സാമ്പിൾ ഹെറിക് എന്ന റൈറ്ററുടെ ലിറിക്കൽ പോയമാണ് ടു ബ്ലോസം എന്ന് പറയുന്ന പോയം. അത് ഇൻവെർട്ടഡിൽ കൊടുത്തിട്ടുണ്ട്. Lyric is a short poem with a single emotion. It is a musical poem. It is a subjective poem expressing the variety of author. It is a well knit poem. Poet's emotion is low. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. മ്യൂസിക്കൽ കമ്പോസിഷൻ അതൊക്കെ രണ്ടിലും ഒരുപോലെ ഉണ്ട്. മ്യൂസിക്കൽ കമ്പോസിഷൻ ആണ്, സിംഗിൾ ഇമോഷൻ ആണ്, ഒരു ഫീലിംഗിനെ കുറിച്ചാണ് പറയുന്നത്. സബ്ജക്റ്റീവ് പോയം ആയിരിക്കും. എക്സ്പ്രസിംഗ് ദി വേരിയിങ് മൂഡ്സ് ഓഫ് ഓത്തർ, ഓത്തറിന്റെ വേരിയിങ് മൂഡ്സിനെ കുറിച്ച് പറയുന്നതായിരിക്കും പോയം. അതൊക്കെ എല്ലാത്തിലും ലിറിക്കൽ പോയം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അപ്പൊ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. 2 എക്സാമ്പിൾ 2 ഓത്തറെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗുഡ്. ലിറിക്കൽ പോയം എന്താണെന്നും ലിറിക് പോയം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിന്റെ 2 എക്സാമ്പിളും ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ദ ഓഡ് പോയം. Next heading is ode. Ode എന്ന് പറയുന്നത്, ode is a Greek origin. It's a parent from the lyric. Ode is a long lyrical poem. Ode is also type of lyrical poem തന്നെയാണ്, but long. നേരത്തെ പറഞ്ഞു ഷോർട്ട് മ്യൂസിക്കൽ കമ്പോസിഷൻ ആണ് ലിറിക്സ് എന്ന് പറഞ്ഞില്ലേ. ഷോർട്ട് മ്യൂസിക്കൽ കമ്പോസിഷൻ, ചെറിയ പോയംസ് ആയിരിക്കും. മ്യൂസിക്കൽ കമ്പോസിഷൻ വളരെ ചെറിയ കവിതകളായിരിക്കും ലിറിക് പോയമിൽ ഉണ്ടാവുകയെങ്കിൽ ഓഡ് പോയംസിൽ ഇറ്റ്സ് എ ലോങ് ലിറിക്കൽ പോയം. ലിറിക്കൽ പോയം തന്നെയാണ്, സബ്ജക്റ്റീവ് പോയട്രി ആണ്, ഇമോഷൻസ് ഫീലിംഗ്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന പോയട്രി ഒക്കെ തന്നെയാണ്, പക്ഷെ ലോങ് ലിറിക്കൽ പോയംസ് ആയിരിക്കും. നേരത്തേത് ഷോർട്ട് കമ്പോസിഷൻ ആണ്. ആൻഡ് സീരീസ് ഇൻ സബ്ജക്ട് ആൻഡ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസിനെ കുറിച്ചാണെന്ന് ലിറിക്കൽ പോയംസും ഫീലിംഗ്സ് ഇമോഷൻസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ കുറച്ചും കൂടി സീരിയസ് ഇമോഷൻസ് ഫീലിംഗ്സ് ആയിരിക്കും.
elevated in style, elaborate in stanza structure. Stanzas long poem അല്ലേ, അപ്പൊ ഒരുമിച്ച് എഴുതും. മറ്റേ ഷോർട്ട് കോമ്പോസിഷൻ ആവുമ്പോൾ ഒറ്റ ഒരു സിംഗിൾ ഇതിൽ റൈറ്റിംഗിൽ ഒരു 8 ലൈൻസോ 7 ലൈൻസോ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ലോങ് കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാൻസൈസ് ആയിരിക്കും, സ്റ്റാൻസ ബൈ സ്റ്റാൻസ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് an address to the object or the person about whom it is written. പിന്നെ ഇതിന്റെ പ്രത്യേകത, ഓഡ് പോയമിന്റെ പ്രത്യേകത ഒന്ന് ലോങ് കമ്പോസിഷൻ, ലോങ് ലിറിക്കൽ പോയംസ് ആയിരിക്കും എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഇസ് ഇറ്റ് ഇസ് an address to the object or a person. ഒരു ഒബ്ജക്റ്റിനെയോ ഒരു വ്യക്തിയെയോ അഡ്രസ് ചെയ്തുകൊണ്ട്, അവരെ വിളിച്ചുകൊണ്ട്, ഗുരുവിനെ വിളിച്ചുകൊണ്ടോ അച്ഛനെ വിളിച്ചുകൊണ്ടോ മകനെ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബേർഡിനെ വിളിച്ചുകൊണ്ടോ അല്ലെ ബേർഡിനോട് സംസാരിക്കുന്നത് പോലെയോ, ഇങ്ങനെ അതാണ് അഡ്രസ് ചെയ്തുകൊണ്ട് പറയാന്ന് പറഞ്ഞാൽ ഒരു ബേർഡിനെ അഡ്രസ് ചെയ്യുന്നതോ ഒരു ചെടിയോട് സംസാരിക്കുന്നതോ. ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒബ്ജക്റ്റ് ഓർ എ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനോട് ഒരു പേഴ്സണോട് സംസാരിക്കുന്നത് പോലെ, അതിനെ അഡ്രസ് ചെയ്യുന്നത് പോലെ, അതിനോട് പറയുന്നത് പോലെ ആയിരിക്കും ഓഡ് പോയിംസ് ഉണ്ടാവുക. ദാറ്റ് ഇസ് ദ സെക്കൻഡ് പോയിന്റ്. ഓഡ് പോയിംസിന്റെ രണ്ട് സ്പെഷ്യാലിറ്റീസ് ആണ്. ഒന്ന് ലോങ് ലിറിക്കൽ പോയിംസ് ആയിരിക്കും. സെക്കൻഡ് വൺ ഇറ്റ് ഈസ് an address to the person or an object. ഒരു ഒബ്ജക്റ്റിനെയോ പേഴ്സണെയോ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, ദ ഗ്രീക്ക് ഓഡ് ഹാഡ് ടു ഫോംസ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഡൊറിയൻ. ഇതിൽ തന്നെ രണ്ട് ഡിവിഷൻ ഉണ്ട്. അതായത് ഓഡിൽ തന്നെ രണ്ട് ഡിവിഷൻ ഉണ്ട്. ഡോറിയൻ ഓഡ് ആൻഡ് ലെസ്ബിയൻ ഓഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡിവിഷൻ ഉണ്ട്. ഡോറിയൻ ഓഡ് വാസ് കോൾഡ് ഫ്രം ദ ഡിസ്ട്രിക്ട് ആൻഡ് ഡയലക്ട് ഇൻ വിച്ച് ഇറ്റ് ഇസ് അറോസ്. അപ്പൊ അതിന്റെ ഡയലക്ട്സിന് എങ്ങനെ രൂപം കൊടുക്കുന്നതിനനുസരിച്ചാണ് ഈ ഡോറിയൻ ഓഡ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് കോറിക് ആൻഡ് വാസ് സങ് ടു ദ അക്കംപനിമെന്റ് ഓഫ് എ ഡാൻസ്. ഓഡ് പോയിംസ് എപ്പോഴും പാടി അഭിനയിക്കുക, അതിന്റെ കൂടെ ഡാൻസും കൂടെ ഉണ്ട്. അതിനെയാണ് ഡോറിയൻ ഓഡ്സ് എന്ന് പറയാം. It consists of 3 parts. So ഇനിയും അതിനെ ഡിവൈഡ് ചെയ്ത് പോകും. ഇതൊക്കെ കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. സ്ട്രോഫ്, ആന്റിസ്ട്രോഫ് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയുന്ന 3 ഡിവിഷൻസ് വീണ്ടും ഉണ്ടാവും. ഏതിനെ? ഡോറിയൻ ഓഡിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത്, ഓഡിനെ തന്നെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡോറിയൻ ആൻഡ് ലെസ്ബിയൻ. അതിൽ ഡോറിയൻ ഓഡ് എന്ന് പറയുന്നത് അക്കമ്പനിമെന്റ് വിത്ത് ഡാൻസ്, സങ് അക്കമ്പനിമെന്റ് വിത്ത് ഡാൻസ്, പാട്ടും അതിന്റെ കൂടെ ഡാൻസും ഉണ്ടാവും. ഇതിന് തന്നെ അഗെയിൻ ദർ ആർ 3 ഡിവിഷൻ, സ്ട്രോഫ്, ആന്റിസ്ട്രോഫ് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയുന്ന 3 ഡിവിഷൻ ഉണ്ടാവും. Is brilliant used by the ancient Greek poet Pindar. Pindar എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പോയിറ്റ് ആണ്. ഇത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫോംസിൽ, അതായത് ഓഡ് ഫോംസിൽ, ഡോറിയൻ ഓഡ് ഫോംസിൽ കൂടുതൽ എഴുതിയിരിക്കുന്നത്. ഡോറിയൻ ഫോം ഇസ് മോർ യൂഷ്വലി നോൺ ആസ് പിൻഡറിക് ഓഡ്. പിൻഡർ എന്ന് പറയുന്ന ഒരു പോയിറ്റ് ആണ് ഡോറിയൻ ഓഡ് കൂടുതൽ എഴുതിയിരിക്കുന്നത്. ഓഡിൽ തന്നെയുള്ള ഒരു ഡിവിഷൻ ആണ് ഡോറിയൻ ഓഡ് എന്ന് പറയുന്നത്. ആ ഡോറിയൻ ഓഡ് സ്റ്റൈലിൽ, ആ രീതിയിൽ എഴുതിയിരിക്കുന്നത്, കൂടുതൽ എഴുതിയിരിക്കുന്നത് പിൻഡർ എന്ന് പറയുന്ന ഒരു റൈറ്റർ ആണ്, പോയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓഡിന്റെ മറ്റൊരു പേരാണ് പിൻഡറിക് ഓഡ് എന്ന്. ക്ലിയർ ആയോ? അവിടെ എന്താണെന്ന് ക്ലിയർ ആയോ? ഓഡ് എന്ന് പറയുന്നത് പോയിറ്റിന്റെ മറ്റൊരു ഡിവിഷൻ, പോയട്രിയുടെ മറ്റൊരു ഡിവിഷൻ ആണ്. ലിറിക്കൽ പോയിംസ് എന്ന് പറയുന്നത് പോലെ സെക്കൻഡ് ഡിവിഷൻ ആണ് ഓഡ് പോയിംസ്. ഓഡ് പോയിംസിന്റെ സ്പെഷ്യാലിറ്റി ആണ് ലോങ് പോയിംസ്, ലോങ് ലിറിക്കൽ പോയിംസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതിന് തന്നെ രണ്ട് ഡിവിഷൻ ഉണ്ട്, ലെസ്ബിയൻ ആൻഡ് ഡോറിയൻ എന്ന് പറയുന്ന രണ്ട് ഡിവിഷൻ ഉണ്ട്. ഡോറിയനിൽ തന്നെ അഗെയിൻ ദർ ആർ 3 ഡിവിഷൻസ് ഉണ്ട്. ഡോറിയൻ പോയിംസ് കൂടുതൽ എഴുതിയിരിക്കുന്നത് പിൻഡർ എന്ന് പറയുന്ന പോയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പിൻഡർ ഈ പോയിട്രിയെ, അതായത് ഡോറിയൻ പോയിംസിനെ പിൻഡർ ഓഡ്സ് എന്നും മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ലെസ്ബിയൻ ഓഡ്. രണ്ട് ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ലെസ്ബിയൻ ഓഡ് ഇസ് നെയിംഡ് ആഫ്റ്റർ ഹിസ് ഐലൻഡ് ഓഫ് ലെസ്ബോസ് ആൻഡ് ഇറ്റ് വാസ് സിംപ്ലർ ഇൻ ദ ഫോം ഓഫ് ദ പിൻഡറിക് ഓഡിനെ കുറച്ചും കൂടെ സിംപ്ലർ ആയിരിക്കും. നേരത്തെ അതിന് കമ്പോസിഷനും ഡാൻസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന് കുറച്ചും കൂടെ സിംപ്ലർ ഫോം ആയിരിക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഷോർട്ട് സ്റ്റാൻസ, ചെറിയ സ്റ്റാൻസസ് ആയിരിക്കും ലെസ്ബിയൻ ഓഡ്സിൽ ഉണ്ടാവുക. ഓഡ് വാസ് പോപ്പുലറൈസ്ഡ് ഇൻ ലാറ്റിൻ ബൈ റോമൻ റൈറ്റേഴ്സ് ഹൊറേസ് ആൻഡ് കാറ്റലസ്. ഹൊറേസ് ആൻഡ് കാറ്റലസ് ആണ് ഇതിൽ കൂടുതൽ പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നത്. ലാറ്റിനിലാണ് ഇത് കൂടുതൽ എഴുതിയിരിക്കുന്നത്. ഹൊറേസും കാറ്റലസും റൈറ്റേഴ്സ് ആണ്, പോയിറ്റ്സ് ആണ്. ഇവരാണ് ഇത് കൂടുതൽ ഈ സ്റ്റൈലിൽ, ഈ ലെസ്ബിയൻ സ്റ്റൈൽ ഓഫ് ഓഡിൽ കൂടുതൽ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇംഗ്ലീഷ് ഓഡ് ഹാസ് ഫോളോഡ് ഇറ്റ്സ് ഓൺ കോഴ്സ് വിത്ത് റിഗാർഡ് ദ സബ്ജക്ട് മാറ്റർ, സ്റ്റൈൽ, ട്രീറ്റ്മെന്റ് ആൻഡ് ഔട്ട്ലുക്ക്. ഫോർ എക്സാമ്പിൾ, ഓഡ്സ് ഓഫ് ഷെല്ലി ആൻഡ് കീറ്റ്സ്. ഷെല്ലിയും കീറ്റ്സിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു. ഷെല്ലിയും കീറ്റ്സും ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന ഓഡ് ഫോം ഓഫ് പോയട്രീസ് ആണ്. പോയട്രീസ് എഴുതിയിരിക്കുന്നതൊക്കെ ഓഡ് ഫോമിലാണ്. രണ്ടുപേരും, ഷെല്ലിയും കീറ്റ്സും രണ്ട് റൈറ്റേഴ്സ് ആണ്. ഈ രണ്ട് റൈറ്റേഴ്സിനെ എപ്പോഴും ഒരുമിച്ചാണ് അറിയപ്പെടുക. ഷെല്ലി, കീറ്റ്സ് എന്ന് ഒരുമിച്ചാണ് പറയാറുള്ളത്. ബിക്കോസ് ദേ ആർ ക്ലോസ് ഫ്രണ്ട്സ്. അവർ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, കണ്ടംപററിയൻസ് ആണ്, ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്, ഒപ്പം പഠിച്ച് ഒരുമിച്ച് വളർന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റൈറ്റിംഗ്സ് എപ്പോഴും ഒരേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. രണ്ടും റൈറ്റിംഗ്സ് ഒരേ സ്റ്റൈലിൽ. ദേ യൂസ് ടു ഡിസ്കസ് അബൌട്ട് ദ റൈറ്റിംഗ്സ്. അതുകൊണ്ടാണ് ഷെല്ലിയും കീറ്റ്സും എപ്പോഴും ഒരേ പേരിൽ അറിയപ്പെടുന്നത്. ഒരാളാണോ എന്ന് തോന്നും, എപ്പോഴും നമ്മൾ പേര് കേൾക്കുമ്പോൾ ഒരേ ആളാണോ എന്ന് തോന്നും. ഷെല്ലിയും കീറ്റ്സും രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന പോയട്രീസിലൊക്കെ ഓഡ് ഫോം ഓഫ് പോയട്രീസ് ആണ്. അതിലും ലെസ്ബിയൻ ഓഡ്സ് ആണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് സോണറ്റ്. അപ്പൊ സെക്കൻഡ് വൺ ഓഡ്. വാട്ട് ഇസ് ഓഡ് എന്ന് ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു.
And the next one is sonnet ആണ്. Sonnet type of poem. ഇത് നമ്മൾ കഴിഞ്ഞ ലെസണിൽ എവിടെയും പറയുമ്പോൾ ഞാൻ sonnet എന്താണെന്ന് നെക്സ്റ്റ് ഇതിൽ ക്ലിയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Term sonnet is derived from the Italian sonetto. Italian word sonetto എന്ന വേർഡിൽ നിന്നാണ് sonnet എന്ന വേർഡ് എഴുതുന്നതിന്, ചുരുക്കി പറഞ്ഞാൽ 14 ലൈൻസിൽ എഴുതുന്നതിനെയാണ്. അതായത് ഒരു തീം മുഴുവൻ 14 ലൈനിന്റെ ഉള്ളിൽ ഒരു തീമിനെ മുഴുവൻ നമുക്ക് 14 ലൈൻസിന്റെ ഉള്ളിൽ എഴുതി തീർക്കണം. ദാറ്റ് ഇസ് സോണറ്റോ എന്ന് പറയാം. അതിനെയാണ് നമ്മൾ സോണറ്റോ എന്ന് പറയാം, സോണറ്റ് പോയിന്റ്സ് എന്ന് പറയാം. ഈ 14 ലൈൻസിൽ എഴുതുന്നതിന് ചില റൂൾസ് ഉണ്ട്. അതാണ് ഇംപിയക് പെന്റമീറ്റേഴ്സ്. ഓരോ ലൈനിലും 14 അക്ഷരങ്ങൾ ഉണ്ടാവും. അങ്ങനെ മെഷർമെന്റ്, ചില മെഷർമെന്റിന്റെ ബേസിലാണ് ഈ 14 ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ അതിന്റെ സെക്കൻഡ് ലൈൻ അല്ലെങ്കിൽ ലാസ്റ്റ് വേർഡുകൾ ഇങ്ങനെ ഒരേപോലെ എൻഡ് ചെയ്യുന്ന വാക്കുകൾ. പഴയ കവിതകളൊക്കെ അറിയില്ല, സ്കൂളിൽ പഠിക്കുന്ന പദ്യങ്ങളൊക്കെ അറിയില്ല, മലയാളത്തിലുള്ള പദ്യങ്ങൾ ലാസ്റ്റ് വേർഡുകൾ ഇങ്ങനെ ഒരേപോലെ ഇരിക്കും. അപ്പൊ പറയുമ്പോൾ നല്ല ഈണം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ റൈമിംഗ് വേർഡ്സ് ഉപയോഗിക്കുന്നത്. Sonnet is particularly associated with the name of the great Italian poet Petrarch. Petrarch എന്ന് പറയുന്ന ഇറ്റാലിയൻ പോയിറ്റ് ആണ് കൂടുതൽ ഈ സോണറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. From its brilliant use by Petrarch, Italian sonnet is often known as Petrarch. അപ്പൊ പെട്രാർക്കൻ എന്നൊരു പേരും കൂടെ സോണറ്റ് പോയിന്റ്സ് നമ്മളുടെ നേരത്തെയുള്ള പിൻറ്റാറി കോഡ് എന്ന് പറയുന്ന ഓഡ് സ്റ്റൈലിൽ കൂടുതൽ എഴുതിയിരിക്കുന്നത് പിന്റർ എന്ന റൈറ്റർ എന്നതുപോലെ, അതുകൊണ്ട് പിൻറ്റാറി കോഡ് എന്ന ഓഡിനെ പറയുന്നത് പോലെ ഇവിടെ സോണറ്റിനെ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് പെട്രാർക്കാണ്. അതുകൊണ്ട് പെട്രാർക്കൻ, സോണറ്റിന് പകരമുള്ള മറ്റൊരു വേർഡാണ് പെട്രാർക്കൻ എന്ന് പറയുന്നത്. സംടൈം ഇറ്റ് ഈസ് കോൾഡ് ആസ് ക്ലാസിക്കൽ എന്നും പറയാറുണ്ട്. Then 14 ലൈൻസ് ആണെന്ന് പറഞ്ഞു. എക്സ്പ്രസിംഗ് വൺ സിംഗിൾ തോട്ട് ഓഫ് ഫീലിംഗ്, ഒരു സിംഗിൾ ഒരു ചെറിയ വിഷയം, ഒരു ചെറിയ ഫീലിംഗ്, ഒന്നല്ലെങ്കിൽ സാഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫൺ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗിനെ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും ഈ 14 ലൈൻസിലും പറയുന്നുണ്ടാവുക. Then again it is composed of two parts, octave and the sextet. Octave sextet പറയുന്ന രണ്ട് ഡിവിഷൻ അഗെയിൻ ഇതിനുണ്ട്, സോണറ്റിനുണ്ട്. Octave is a stanza of 6 lines. 6 lines in the octave. Octave has 2 rhymes, A, B, B, A. അതെന്താ വെച്ചാൽ ബാബ എന്നൊക്കെ എഴുതിയിരിക്കുന്നതാണ്, നിങ്ങൾ എന്തോ ആണെന്ന് വിചാരിക്കേണ്ട. അതായത് A, B എന്ന് പറയുന്ന ഒരു രണ്ട് ലൈനിലുള്ള ഫസ്റ്റും സെക്കൻഡും ലൈന് ഒരേപോലെ ഇരിക്കും, പറയുമ്പോൾ ഒരേപോലെ ഇരിക്കും. രണ്ടാമത്തെ രണ്ട് ലൈനില് എ ബി എന്ന് പറയുന്നതിൽ ബിന്റെ അതേ ഈണമായിരിക്കും രണ്ടാമത്തേൽ ആദ്യത്തെ ലൈൻ, അതായത് തേർഡ് ലൈൻ. അത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. എ ബി എന്ന് പറയുന്നത് 1, 2 ആണെന്ന് വിചാരിക്കും. ബി എ എന്ന് പറയുമ്പോൾ 3, 4 ആണെന്ന് വിചാരിക്കും. അപ്പൊ തേർഡ് ലൈൻ അഗെയിൻ വീണ്ടും ഫസ്റ്റ് ലൈനിന്റെ അതേ പെന്റമീറ്ററിലായിരിക്കും, അതേ അളവിലായിരിക്കും എഴുതിയിട്ടുണ്ട്. അപ്പൊ പറയുമ്പോൾ ആ ഫസ്റ്റ് ലൈൻ പറയുന്ന അതേ ഈണത്തിലായിരിക്കും തേർഡ് ലൈൻ പറയുക, തേർഡ് ലൈൻ പറയുന്ന അതേ ഈണത്തിലായിരിക്കും വീണ്ടും 4, 5, 5th ലൈൻ പറയുക. ഇങ്ങനെ ഒരു ലൈൻ വിട്ട് ഒരു ലൈൻ വരുന്നതൊക്കെ ഒരേപോലെ പറയാം. അതിനെയാണ് ആ എ ബി ബി എ എന്നുള്ള കോമ്പിനേഷനിൽ എഴുതിയിരിക്കുന്നത്, ഏത് ഓർഡറിലാണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് സെറ്റിന് നേരെ തിരിച്ചാണ് 3 ലൈൻ, അതായത് 2 ലൈൻ കഴിഞ്ഞ് മൂന്നാമത്തെ ലൈൻ ഒരുപോലെ ഇരിക്കും. മൂന്നാമത്തെ ലൈനുകളൊക്കെ ഒരേ വേർഡുകൾ, ഒരേ വാക്കുകൾ അല്ലെങ്കിൽ ഒരേ ഇനത്തിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ഉണ്ടാവുമെന്നാണ്. അതാണ് സെറ്റ് എന്ന് പറയുന്നത്. ഒക്ടേവ് എന്ന് പറയുന്നത് ഡബിൾ ലൈൻസ്, സെറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ലൈൻസ്, 3 ലൈൻസ് ആണ്. Octave may be divided into 2 stanzas of 4 lines which called quatrains and set into 2 of 3 lines called tersets. ഇതിന്റെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ഇതിന് വീണ്ടും ഒക്ടേവിന് അഗെയിൻ ഡിവിഷൻ ഉണ്ട്, ക്വാർട്രെയിൻസും സെറ്റ്സും. അഗെയിൻ സെറ്റിന് വീണ്ടും ഡിവിഷൻ ഉണ്ട്, ടെർസെറ്റ്സ്, ആൾട്ടർനേറ്റീവ് ലൈൻസ്. ഓക്കെ, ജോൺ മിൽട്ടൺ റിവൈവ്ഡ് ദി ഇറ്റാലിയൻ ഫോം. ജോൺ മിൽട്ടൺ ആണ് ഇറ്റാലിയൻ ഫോം ക്രിയേറ്റ് ചെയ്തത്. There is no division between the octave and the sextet in the famous sonnet on his blindness. അപ്പൊ നമ്മളുടെ ജോൺ മിൽട്ടന്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള പോയം നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള പോയം, അവിടെ there is no division between the octave and the sextet, അങ്ങനെയും എഴുതാറുണ്ട്. അപ്പൊ ആദ്യത്തെ ഫോമിൽ പറഞ്ഞ പോലെ സോണറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവിഷൻ എന്ന് പറയുന്നത് 14 ലൈൻസിൽ എഴുതുന്നതാണ്. അതിനെ വീണ്ടും ഒക്ടേവ് സെക്സെറ്റ് എന്ന് പറയുന്നത് ഡബിൾ ലൈനും ട്രിപ്പിൾ ലൈനിലും ഒക്കെ ആൾട്ടർനേറ്റീവ് ലൈൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് എഴുതുന്ന സ്റ്റൈലും ഉണ്ട്. നമ്മളുടെ എന്താ പറയുക, ജോൺ മിൽട്ടൺ ആണ് കൂടുതൽ ഈ സ്റ്റൈലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ദ ബ്ലൈൻഡ്നെസ്, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നൊരു പോയം പഠിക്കാനുണ്ട്. അതില് ഈ സെക്സെറ്റും ഒക്ടേവിന്റെ ഡിവിഷൻസ് ഒന്നും ഇല്ലാതെ സോണറ്റിന്റെ സ്റ്റൈലിൽ മാത്രം എഴുതിയിരിക്കുന്ന ഒരു പോയത്തിന് എക്സാമ്പിൾ ആണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. അപ്പൊ ഈ എക്സാമ്പിളും എന്തായാലും അതിൽ എഴുതണമെന്നർത്ഥം. Sonnet was introduced into England the first half of the 16th century by Thomas White and Henry Howard, Earl of Surrey, 2 English politicians.
അപ്പൊ സോണറ്റ് ഇംഗ്ലണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇറ്റാലിയൻ പോയിറ്റ് സ്റ്റൈൽ ആണെന്ന് പറഞ്ഞു. ഇറ്റാലിയൻ പോയിറ്റ്സ് ആണ് ഇത് കൂടുതൽ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടിലേക്ക് കൂടുതൽ കൊണ്ടുവന്നത് 16th സെഞ്ചുറിയിലാണ് തോമസ് വൈറ്റും ഹെൻറി ഹോവാർഡും. Surrey wrote his sonnets in 3 quatrains in alternative rhyme, followed by a concluding couplet. The rhyme scheme again. Rhyme scheme AB 4 ലൈൻ ആയി. നേരത്തെ ഡബിൾ ലൈൻ ആയിരുന്നു, പിന്നീട് 3 ലൈൻസ് ആയി, ഇപ്പൊ 4 ആയി. AB AB CD CD EF EF 2 2 4 ലൈനില് ഡിവിഷൻസ് വരാൻ തുടങ്ങി. ആൻഡ് ഷേക്സ്പിയർ യൂസ് എ ഫോം ഓഫ് Surrey. ഇതാണ് 4 ലൈനിൽ വരുന്ന ഒക്ടേവ് സക്സസ് പോലെ അടുത്ത ഡിവിഷൻ ആണ് Surrey എന്ന് പറയുന്നത് 4 ലൈൻസിൽ. ഒക്ടേവ് എന്ന് പറയുന്നത് ഡബിൾ ലൈൻ, സക്സസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ലൈൻ, Surrey എന്ന് പറയുന്നത് 4 ലൈൻസിലുള്ള ഡിവിഷൻ. 4 ലൈനിൽ ഒരേപോലെ വരുന്നതാണ്. ഇത് ഷേക്സ്പിയർ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ഷേക്സ്പിയറൻ സോണറ്റ്. അതുകൊണ്ട് തന്നെ ഈ Surrey പോയിംസിനെ, Surrey സ്റ്റൈൽ ഓഫ് പോയിംസിനെ ഷേക്സ്പിയറൻ പോയിംസ് എന്നും പറയാറുണ്ട്. ദെൻ അഗെയിൻ ഡിവിഷൻ ഇന്റർമിക്സ്. രണ്ടും സോണറ്റും ഒക്ടേവും സെറ്റും Surrey ഒക്കെ ഇന്റർമിക്സ് ചെയ്ത് എഴുതുന്നത് എലിസബത്തൻ പീരീഡില്. ലിമിറ്റഡ് ഇൻ ടു ദീസ് ലവ്. ആർക്കെങ്കിലും അറിയോന്ന് അറിയില്ല, എന്റെ ഈ ടാബിനകത്ത് ഈ ഒരു പേജ് ഇതാണ്, നിങ്ങളുടെ ബുക്ക് തുറന്നു വെച്ചിരിക്കും, അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇതിനുള്ളിൽ ആരെ കടന്നുകൊണ്ടിരിക്കും. ഇതിൽ നെറ്റും സിമ്മും ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്, ബുക്ക് മാത്രമാണ്. പക്ഷെ എനിക്കിത് വായിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കുക. പേജ് ഇങ്ങനെ തന്നെ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഇതിങ്ങനെ വായിക്കാൻ പറ്റില്ല, അതിങ്ങനെ ഓടി അതിനെ പിടിച്ചു നിർത്തണം, എന്നാലേ വായിക്കാൻ കിട്ടുള്ളൂ. അതാണ് ഈ വായിക്കാനുള്ള ഇത്ര ബുദ്ധിമുട്ട്. ആൻഡ് ആർക്കെങ്കിലും അറിയുമെങ്കിൽ എന്ത് വൈറസ് കയറിയതാണ്. വൈറസ് കയറാൻ മാത്രം ഇതിൽ നെറ്റ് സിമ്മോ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്. പിന്നെ എങ്ങനെയാ അതിനകത്ത് വൈറസ് കയറിയെന്ന് അറിയില്ല. അപ്പൊ ഇതാണ് വായിക്കാൻ കിട്ടാത്തത്, അതുകൊണ്ടാണ്. ദെൻ ലാസ്റ്റ് എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്, 154 സോണറ്റ്സ്. ഇവിടെ ഷേക്സ്പിയർ 154 സോണറ്റ്സ് എഴുതിയിട്ടുണ്ടെന്ന് ഷേക്സ്പിയറിന്റെ ഇൻട്രൊഡക്ഷനിൽ വായിച്ചത് ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഷേക്സ്പിയർ ടച്ച് പ്രോബ്ലം ആവാം, ടച്ച് പ്രോബ്ലം സ്ക്രീനിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം അല്ലെ, ടച്ച് സ്ക്രീനിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. ഓക്കെ, 154 സോണറ്റ്സ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഷേക്സ്പിയറിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചു 154 സോണറ്റ്സ്, 27 ഡ്രാമാസ് എഴുതിയത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ ആ 154 സോണറ്റ്സ് എന്ന് പറയുന്ന ആ സോണറ്റ്സ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. എന്താണ് സോണറ്റ്? മീൻ പോയട്രി എഴുതുന്നതിന്റെ സിസ്റ്റം റീബൂട്ട് ചെയ്താൽ ചിലപ്പോൾ ഓക്കെ റീബൂട്ട് ചെയ്ത് നോക്കാം. ഇനി എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കാം. സോണറ്റ് സെലിബ്രേറ്റ് ഹിസ് അറ്റാച്ച്മെന്റ് ടു യങ് ഫ്രണ്ട്, presumably the undefined Mr. WH, to which they are dedicated, or his love for mysterious dark lady. Dark lady എന്ന് പറയുന്ന ലവ് ടാബ്സ് പ്രോയിസ് യുവർ ടാബിന്റെ, എന്റെ ടാബിന്റെ പ്രോബ്ലം തന്നെയാണ്. അത് എന്താണ് പ്രോബ്ലം എന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ടാബിന്റെ പ്രോബ്ലം തന്നെയാണ്, ടച്ചിന്റെ പ്രോബ്ലം. പറഞ്ഞ പോലെ ടച്ച് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എന്തോ ടച്ച് സ്ക്രീനിൽ എവിടെയോ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. സ്ക്രീനിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്നായിരിക്കാം. നോക്കാം. ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ സൂം ആവും, ഇടയ്ക്ക് വല്ലാതെ ഉള്ളിലേക്ക് പോകും. അപ്പൊ ലെറ്റേഴ്സ് വായിക്കാൻ കിട്ടില്ല, അതാണ് പ്രശ്നം. സോ 154 സോണറ്റ്സ് നമ്മൾ ഷേക്സ്പിയർ എഴുതി എന്ന് പറഞ്ഞു. ഫ്രണ്ട് കൂടെ ഉണ്ട്, WH, മിസ്റ്റർ WH എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാരായിരുന്നു WH? ഫുൾ നെയിം ഉണ്ട്. മിസ്റ്റീരിയസ് ഡാർക്ക് ലേഡിയുടെ ലവിനെ കുറിച്ചായിരിക്കാം. ഒരു മിസ്റ്റീരിയസ് ലേഡിയെ കുറിച്ച് അവരുടെ സ്റ്റോറീസിലൊക്കെ പറയുന്നുണ്ട്, അതിനെ കുറിച്ചായിരിക്കും. സോണറ്റ്സ് എഴുതിയിരിക്കുന്നത്, എഴുതിയിരുന്ന പോയിന്റ്സിന്റെ പേര് കൂടുതലൊന്നും പറയുന്നില്ല. 154 സോണറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഷേക്സ്പിയറിന്റെ കോൺട്രിബ്യൂഷനിൽ അത്രേ പറയുന്നുള്ളൂ. ആൻഡ് ദ ഫോർത്ത് ഡിവിഷൻ ഇസ് എലിജി. എലിജി ആണ് നെക്സ്റ്റ് ഡിവിഷൻ. ഇതില് ഗ്രീക്ക് ആണ്. നേരത്തെ ഇറ്റാലിയൻ ആയിരുന്നല്ലോ സോണറ്റ്സ് കൊണ്ടുവന്നത്, ഇറ്റാലിയൻ പോയിറ്റ്സ് ആണെങ്കിൽ ഇവിടെ ഗ്രീക്ക് ആണ്. ഏൻഷ്യന്റ് ഗ്രീസ് ദ ടേം എലിജി കവേർഡ് വാർ സോങ്സ്. എലിജി എന്ന് പറയുന്നത് മുഴുവൻ യുദ്ധഗീതങ്ങൾ, അല്ലെങ്കിൽ അതിന് കുറെ ശോകഗീതങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ വാർ സോങ്സ്, യുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് വാർ ആയിരിക്കും തീം ഉണ്ടാവുക. പിന്നെ അത് കൂടാതെ ലവ് പോയിന്റ്സ്, പൊളിറ്റിക്കൽ വേഴ്സ് ആൻഡ് ലാമെന്റേഷൻസ് ഫോർ ദ ഡെഡ്, മരിച്ചവർക്കുള്ള ശോകഗീതങ്ങൾ പാടുന്നതിനാണ് എലിജി ഫോംസിൽ എഴുതുന്നത്. എലിജി വാസ് റിട്ടൺ ഇൻ എലിജിയക് മെഷർ, അതിനെയാണ് എലിജി ഫോംസ് എന്ന് പറയുന്നത്. എലിജിയക് മെഷർ, അതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് എലിജിയക്. അതെന്താണ് നോക്കെ, കപ്ലെറ്റ് കമ്പോസ്ഡ് ഓഫ് എ ഡാക്ടൈൽ ഹെക്സാമീറ്റർ ഫോളോഡ് ബൈ ഡൈറ്റാലിക് പെന്റാമീറ്റർ. അപ്പൊ നമ്മൾ കവിത എഴുതാൻ ശരിക്കും പഠിക്കണം. പ്രാസവും ഭംഗിയൊക്കെ പറയില്ല കവിതയുടെ, അതാണ് ഈ ഡാക്ടൈക് ഹെൻഡാമീറ്ററും ഹെക്സാമീറ്ററും ഒക്കെ അതിന്റെ അളവുകോലാണ്, മെഷറാണ്. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു വാർ പോയിന്റ്സ്. അതെ, വാർ പോയിന്റ്സ് ആണ് എലിജി. അതിൽ വാറിൽ മരിച്ചവർക്ക് വേണ്ടി എഴുതുന്നത്, അവരെ പ്രൈസ് ചെയ്തുകൊണ്ട് പറയുന്നത്, ഇതൊക്കെയാണ് വാർ പോയിന്റ്സിൽ ഉണ്ടാവുക, മോസ്റ്റ്ലി എലിജി പോയിന്റ്സിൽ ഉണ്ടാവുക. എലിജി പോയിന്റ്സിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഹെക്സാമീറ്ററും പെന്റാമീറ്ററും ആണ്. പെന്റാമീറ്റർ ഹെക്സാമീറ്റർ എന്ന് പറയുന്നത് ആ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ എ ലൈൻ, അതാണ് ഈ പെന്റാമീറ്റർ ഹെക്സാമീറ്റർ എന്ന് പറയുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത്. ഒരു ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ലെറ്റേഴ്സിന്റെ നമ്പേഴ്സ്, അതേപോലെ അങ്ങനത്തെ എത്ര സെന്റൻസസ്, അതിനെയാണ് ഹെക്സാമീറ്റർ പെന്റാമീറ്റർ എന്ന മെഷർമെന്റിൽ എടുക്കുക. ഇനി പോയം റിട്ടേൺ ഇൻ ദ മീറ്റർ റാങ്ക് ആസ് എലിജി. ഈ ഇങ്ങനെ മീറ്റർ റാങ്കിൽ എഴുതുന്ന പോയിന്റ്സിനെ ഒക്കെ എലിജി എന്നാണ് പറയുക. സാധാരണ ഇതിന്റെ കൺക്ലൂഷനിൽ പറയുന്നുണ്ട്
ഇങ്ങനെ മീറ്റർ ആംഗിളും മെഷർമെന്റിലും ഒക്കെ പോയിന്റ്സ് എഴുതാൻ ഒരു പോയിന്റിന് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണെന്ന്. കാരണം അവരുടെ മൈൻഡിലുള്ള എക്സ്പ്രഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ അളവൊക്കെ എടുക്കണം. ഇത്ര ലെറ്റേഴ്സേ പാടുള്ളൂ. മൈൻഡിലുള്ള ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ഇത്ര ഭംഗിയായിട്ട് എഴുതണമെന്ന് വിചാരിക്കുമ്പോൾ അതിന് ആദ്യം മെഷർമെന്റ് വരും. ഇത്ര ലൈനിൽ എഴുതാൻ പാടുള്ളൂ, ഇത്ര അക്ഷരങ്ങൾക്കുള്ളിൽ നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന, കവിയുടെ മനസ്സിൽ തോന്നുന്ന വിഷയത്തെ ആ ഒരു പറയുന്ന അളവിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് എത്തിക്കണം. അപ്പൊ അതിന് പറ്റിയ വേർഡുകൾ കിട്ടണം, അതിന് പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ. അപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇങ്ങനെ എലിജി പോയിന്റ്സ് ഒക്കെ എഴുതാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എലിജി പോയിന്റ്സിന്റെ റൈറ്റേഴ്സ് ഒക്കെ ഗ്രേറ്റ് ആണെന്ന് പറയാറുണ്ട്, അവരുടെ ക്രിറ്റിസിസത്തിനിടയിൽ പറയാറുണ്ട്. കാരണം ഇങ്ങനെ മെഷർ ചെയ്ത് എഴുതാൻ, അവരുടെ മൈൻഡിൽ തോന്നുന്ന ഐഡിയാസിനെ എക്സ്പ്രസ് ചെയ്യാൻ വെറുതെ വാക്കുകളിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഏത് വാക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഏത് വേർഡ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതിൽ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ആ പർട്ടിക്കുലർ മെഷർമെന്റിനകത്തേക്ക് കൊണ്ടുവരും വേണം, നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന ഐഡിയാസിനെ പർട്ടിക്കുലർ വേർഡ്സിലേക്ക് കിട്ടും വേണം. അപ്പൊ അതിന് പറ്റിയ അത്ര അക്ഷരങ്ങളുള്ള വാക്കുകൾ അതിന് കിട്ടും വേണം. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതാൻ ഇറ്റ്സ് ടു ടഫ് എന്ന് പറയാറുണ്ട്. Then it is usually lamentation for the dead. മരിച്ചവർക്ക് വേണ്ടിയുള്ള പാട്ടാണ് അല്ലെങ്കിൽ കവിതയാണ് ഇതെന്ന് പറയാറുണ്ട്. Usually aims at an effective dignity and solemnity without a sense of strain and artificiality. വലിയ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ, ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ, വലിയ ഇതൊന്നും കൊടുക്കാതെ, എക്സാജറേഷൻസ് ഒന്നും കൊടുക്കാതെ മരിച്ചവർക്ക് വേണ്ടിയുള്ള അവരുടെ ഇതിനെ വാഴ്ത്തി പാടുന്ന പാട്ടുകളായിരിക്കും വാർ സോങ്സ് എന്ന് പറയുന്നത്, എലിജി പോയിന്റ്സ് എന്ന് പറയുന്നത്. Gray ആണ് ഇതിൽ കൂടുതൽ എഴുതിയിരിക്കുന്നത്. His elegy written in a country churchyard. Gray adopted the form quatrains in Imbiac pentameter. Gray എന്ന് പറയുന്ന റൈറ്റർ ആണ് ഇത് കൂടുതൽ എഴുതിയിരിക്കുന്നത്. Imbiac pentameter ആണ് ഇതിൽ എടുത്തിരിക്കുന്ന മെഷർമെന്റ്. Elegy is to be led as a conscious work of art and not as a spontaneous expression of sorrow. Led as a conscious work of art. അപ്പൊ എലിജി എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് വർക്ക് അല്ല, ഒരു സ്പോണ്ടേനിയസ് റിസൾട്ട് ആയിരിക്കില്ല. പെട്ടെന്ന് ഒരു വിഷയം, ഒരു ഒബ്ജക്ട് കാണുമ്പോൾ, പെട്ടെന്ന് അതിന് ഭംഗി കാണുമ്പോൾ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്, അങ്ങനെ എലിജി പോയിന്റ്സ് എഴുതാൻ പറ്റില്ല. അതിനൊരു കോൺഷ്യസ് വർക്ക് ഓഫ് ആർട്ട് വേണം. ആർട്ട് എന്ന് പറഞ്ഞത് ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പർട്ടിക്കുലർ അളവ്, പർട്ടിക്കുലർ മെഷർമെന്റിനകത്ത് മനസ്സിൽ തോന്നുന്ന വിഷയങ്ങളെ എക്സ്പ്രസ് ചെയ്ത് കൊണ്ടുവരാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്, പർട്ടിക്കുലർ ആർട്ട് എന്ന് പറയുന്നത്, കോൺഷ്യസ് വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. ആൻഡ് നോട്ട് എ സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻ ഓഫ് സോറോ. ഒരു പെട്ടെന്നുള്ള ഒരു ദുഃഖം കാണുമ്പോൾ ആ സോറോവിന്റെ പുറത്ത് പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതുന്ന വാക്കുകളല്ല ഒരിക്കലും എലിജി എന്ന് പറയുന്നത്. ഒരു കോൺഷ്യസ് ആയിട്ടുള്ള വർക്ക്, കുറെ അതിനെ ബാക്ക് വർക്ക് ചെയ്ത് കോൺഷ്യസ് ആയിട്ട്, വളരെ കോൺഷ്യസ് ആയിട്ട് ആ മെഷർമെന്റിനകത്തേക്ക് തന്റെ എക്സ്പ്രഷൻസിനെ കൊണ്ടുവരുന്നതിനെയാണ് എലിജി പോയിന്റ്സ് എന്ന് പറയാം. And religion of Lysiards and elegy on death of lament friend Edward King, whom he sincerely mourned. അപ്പൊ എഡ്വേർഡ് കിങ് മരിച്ചതിന്റെ പേരിൽ അവർക്ക് വേണ്ടി ഒരു കവിത എഴുതിയതാണ് ലിസിയഡ്സ് എന്ന് പറയുന്നത്. എലിജി ലിസിഡസ് ക്ലോസസ് ഓൺ എ നോട്ട് ഓഫ് ഒപ്റ്റിമിസം. പവർ പോയി. ഓക്കെ, ഞാൻ കഴിയുമ്പോൾ നിർത്തും. സമയമായോ? ഇല്ല, 8 മണിയായിട്ടുള്ളൂ. പവർ പോയി. അയ്യോ, ഫസ്റ്റ് ആയിപ്പോലെ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണല്ലോ അതൊക്കെ. ഒരു മിനിറ്റ്. ഓക്കെ, സോ പവർ പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ റെക്കോർഡിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇഫ് പോസിബിൾ ഞാൻ അത് പാസ് ചെയ്ത് തന്നാൽ രണ്ടും കൂടെ കംപ്രസ് ചെയ്ത് ജോയിൻ ചെയ്ത് ഒരു ഓഡിയോ ആക്കാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ 2 ഓഡിയോ, ഇന്നത്തെ ക്ലാസ് 2 ഓഡിയോ ആയിട്ട് ഇരിക്കട്ടെ. ലിസിഡസ് പറഞ്ഞു. ഇനിയാണ് മെമ്മോറിയം പറഞ്ഞത്. മെമ്മോറി ഒപ്റ്റിമിസം ഇതിൽ പറഞ്ഞ എലിജി ലിസിഡസ് ക്ലോസസ് ഓൺ എ നോട്ട് ഓഫ് ഒപ്റ്റിമിസം. ഇപ്പോൾ വാർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സാഡ് എൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സാഡ് സോങ് ആയിരിക്കും, മരിച്ചവർക്ക് വേണ്ടിയുള്ള സോങ് ആണല്ലോ, അപ്പൊ സാഡ് എൻഡിങ്സ് ആയിരിക്കും. ഇതില് ഒരു ഒപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസമുള്ള ഒരു ലാസ്റ്റ് എൻഡിങ്ങിൽ ഒരു ഒപ്റ്റിമിസത്തോടുകൂടി എൻഡ് ചെയ്യുന്ന ഒരു പോയം ആണെന്ന് പറയുന്നത്. And the note changes towards a close to one on resignation or even joy. Tennyson's philosophies on the puzzles of life and destiny in the Elegian മെമ്മോറിയ. മെമ്മോറിയ നമ്മൾ നേരത്തെയും പഠിച്ചു, ഫ്രണ്ടിന് വേണ്ടി എഴുതിയതാണെന്ന് നേരത്തെയും പഠിച്ചു. നേരത്തെ നമ്മൾ ടെനിസണിലെ പാർട്ടിൽ പഠിച്ചു. ടെനിസണിന്റെ മെയിൻ പോയമാണ് മെമ്മോറിയം. തന്റെ ഫ്രണ്ടിന് വേണ്ടിയുള്ള ഒരു ശോകഗീതമാണ്. ഫ്രണ്ട് മരിച്ചപ്പോൾ ഫ്രണ്ടിന് വേണ്ടി എഴുതിയ പോയമാണ്. എലിജി സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്. It is an elegy on the death of his friend Arthur Hallam. ഈ സെന്റൻസ് അതിലുണ്ട്, ടെനിസണിന്റെ പാർട്ടിലും ഈ സെന്റൻസ് തന്നെ ഉണ്ട്. And the pastoral form of elegy rose among the Sicilian Greeks, originating probably with Theocrates. പിന്നെ ഇതിൽ ഏതാ ലൈൻ വായിക്കാൻ കിട്ടുന്നില്ല. Then his is known for the vivid treatment of the scenes. Lysias probably owes his choice from the Spencers, Astrophel, and the lamenting his patron intimate from Sir Philip Sidney.
സോ ഇവർക്കൊക്കെ, അതായത് മോസ്റ്റ്ലി വാർ സോങ്സ് എന്ന് പറയുന്നത് വാറിൽ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചില പോയിറ്റ്സ് അവരുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫിലിപ്പ് സിഡ്നി പോലുള്ള ക്ലോസ് ഫ്രണ്ട്സിനും ഇന്റിമേറ്റ്സിനും വേണ്ടി, ആർതർ ഹെലം പോലുള്ള നമ്മളുടെ ടെനിസന്റെ ഫ്രണ്ടായ ആർതർ ഹെലം, ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ടും ഇവർ പോയംസ് എഴുതിയിട്ടുണ്ട്. ഫിലിപ്പ് സിഡ്നിന് വേണ്ടിയിട്ടൊക്കെ പോയംസ് എഴുതിയിട്ടുണ്ട് എന്നർത്ഥം, എലിജി പോയംസ്. അപ്പൊ എലിജി പോയംസ് ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ മിസ്സിങ് അല്ലെങ്കിൽ അവർ മരിച്ചുപോയതിനു ശേഷം അവർക്ക് വേണ്ടി എഴുതുന്ന പോയംസ്, അവരെ കുറിച്ചുള്ള പോയംസ് ആയിരിക്കും. അല്ലെങ്കിൽ വാർ സോങ്സ്, വാറിൽ കോമൺ ആയിട്ട് മരിച്ചു പോകുന്ന ആളുകൾ അവരുടെ ലൈഫിനെ കുറിച്ച് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെ കുറിച്ചൊക്കെ ആയിരിക്കും. അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ മെഷർമെന്റിൽ എഴുതണം എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു കോൺഷ്യസ് വർക്ക് തന്നെ അതിന്റെ പിന്നിൽ വേണമെന്നുള്ളതാണ് എലിജി പോയംസിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എലിജി പോയംസിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫിഫ്ത് വൺ ഇസ് ഇഡിയൽ പോയം. ഇഡിയൽ പോയം എന്ന് പറയുന്നത് മേ ബി ട്രേസ് ബാക്ക് ടു ദ ഗ്രീക്ക് പോയറ്റ്. ഗ്രീക്ക് ആണ്, വീണ്ടും ഗ്രീക്ക് പോയറ്റ്സ് ആണ് തിയോക്രറ്റ്സ്. Idyls are small lyrical poems generally describing scenes and pleasures of a rural countryside. അപ്പൊ ഇഡിൽ പോയം എന്ന് പറയുന്നത് റൂറൽ കൺട്രി സൈഡ്, വില്ലേജ് സൈഡിലുള്ള സീൻസും പ്ലഷേഴ്സും, ചെറിയ ചെറിയ പ്ലഷേഴ്സ്, ചെറിയ സീനറീസിനെ കുറിച്ചൊക്കെ വർണ്ണിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ ഇഡിയൽ പോയംസ് എന്ന് പറയാം. ഇഡിൽ പോയംസ് എന്നാണ് അതിന് പറയാം. Depict country life is realistically and poetically as possible, pictorially as possible. English was Idyll may be a lyric sometimes and a longer poem sometimes and sometimes passage in an elegy. പല വിധത്തിലും എഴുതാറുണ്ട് ഇതിനെ എന്നർത്ഥം. ആർക്കാണ് ഈ എസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത്? പേഴ്സണലി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ലോങ്ങർ പോയിംസ് രണ്ടും പറയുന്നുണ്ട്. പാരഗ്രാഫ് മോഡിൽ എഴുതുന്നുണ്ട്. ലോങ്ങർ പോയിംസ് ആണ്, ഷോർട്ടർ പോയിംസ് ആണ്, പല ടൈപ്സും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു കറക്റ്റ് കമ്പോസിഷൻ പറയുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് കമ്പോസിഷൻ, ഷോർട്ട് മ്യൂസിക്കൽ കമ്പോസിഷൻ, ലോങ് മ്യൂസിക്കൽ കമ്പോസിഷൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അങ്ങനെ ഒരു കറക്റ്റ് കമ്പോസിഷൻ പറയുന്നില്ല. ചില പോയിംസ് വളരെ ഷോർട്ട് ആയിരിക്കും, ചിലത് ലോങ് പോയിംസ് ആയിരിക്കും, ചിലത് പാസേജ് ടൈപ്പിലായിരിക്കും എഴുതിയിട്ടുണ്ടാവാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ബാലഡ്, എപ്പിക് ഓർ ബാലഡ്. ഇഡിയൽ ഹാസ് നോ, ബാലഡ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഇഡിയൽ ഹാസ് നോ സെറ്റ് ഫോം, നോ സെറ്റ് ഫോം. ഇതിന്റെ പ്രത്യേകത തന്നെ അതാണ്. ഇഡിയൽ റൈറ്റിംഗ്സിന്റെ പ്രത്യേകത തന്നെ ഫസ്റ്റ് റൈറ്റിംഗ് യെസ് നോ എന്ന് എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ബോർ അടിച്ചിട്ട് എഴുതുക, യെസ് നോ ഇടയ്ക്കിടയ്ക്ക് എഴുതിക്കൊണ്ട് മെസ്സേജ് അടിച്ചുകൊണ്ടിരിക്കുക. യെസ് നോ, നോ യെസ്. മെസ്സേജ് ക്ലാസ് ബോർ അടിച്ചിട്ടാണ് എസ് നോ എന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എസ് നോ, ആർക്കാണാവോ എസ് നോ എന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇഡിയൽ പോയിംസ് എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞതിനൊക്കെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. ഇഡിയൽ പോയിംസ് എന്ന് പറയുന്നതിന് ഒരു പർട്ടിക്കുലർ ഇതിനൊരു റൂൾസ് ഇല്ല എന്നുള്ളതാണ് ഇഡിയൽ പോയിംസിന്റെ പ്രത്യേകത. ചിലപ്പോൾ ഷോർട്ട് ആയിരിക്കും, ചിലപ്പോൾ ലോങ് പോയിംസ് ആയിരിക്കും, ചിലപ്പോൾ പാസേജ് ഫോംസ് ആയിരിക്കും എന്നുള്ളത്. Then there are no particular rules. അതും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. And no set form എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരു മെഷർമെന്റിലാണ് എഴുതുക അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എന്നർത്ഥം. Then poet presents a picture in a few words or a series of pictures. പിക്ചേഴ്സിലൂടെ പോയട്രി എഴുതുക. പോയട്രിയുടെ ലൈൻസ് കുറവായിരിക്കും, പിക്ചറൈസേഷൻ കൂടുതലായിരിക്കും. കുറെ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്കൊരു കഥ കിട്ടുന്നത് പോലെ കുറെ ചെറിയ ഒന്നോ രണ്ടോ പിക്ചേഴ്സ് റിലേറ്റീവ് ആയിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള ആ ടോപ്പിക്കിന് റിലവന്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒന്നോ രണ്ടോ പിക്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പിക്ചേഴ്സ്, പിക്ചോറിയൽ എഫക്ട് എന്ന് പറയുന്നുണ്ട്. Then longer poems. Milton's El Allegro is a picture of happy life subdivided into number of small pictures. Each of it is an idyll in itself. അപ്പോൾ വലിയൊരു പിക്ചറിനെ സബ്ഡിവൈഡ് ചെയ്തിട്ട് സ്മോൾ പിക്ചേഴ്സ് ആക്കിയിട്ട് പിക്ചോറിയൽ പോയിംസ്, അത് തന്നെ സ്മോൾ പിക്ചേഴ്സ് ആക്കിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ചെറിയ ലൈൻസിലൂടെ അതിന് ഹെഡിങ്സ് കൊടുക്കുന്നത് പോലെ. All these together make a compelling image of past ideas of human happiness. Human happiness ആണ് തീം, പോസിറ്റീവ് ആണ്. ഇതുപോലെ നമ്മളുടെ വാർ സോങ്സ് പോലെ ശോകഗാനങ്ങളൊന്നും അല്ല. ഹാപ്പിനെസ് ആണ് തീം, ഹാപ്പിനെസ് ആയിരിക്കും. ഇതുപോലെ ഒരു പ്ലസന്റ് ഇതിനെ എടുത്തിട്ട് തീം എടുത്തിട്ട് പിക്ചറൈസ് ചെയ്തിട്ട് അതിനെ സബ് ഡിവിഷൻസ് ആക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മെയിൻ പിക്ചർ വെച്ചിട്ട് അതിനെ ലോങ് പോയം ആക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ പാസേജ് ആയിരിക്കും, ചിലപ്പോൾ ഷോർട്ട് പോയിംസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന് സെറ്റ് ഫോം ഇല്ല. പർട്ടിക്കുലർ ഒരു രീതിയിൽ മാത്രമേ ഇത് എഴുതുള്ളൂ, അങ്ങനെ ഒരു സെറ്റ് ഫോം ഇല്ല. Then Browning wrote a series of dramatic idylls. Browning ആണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്, ഇഡിയൽസ് യൂസ് ചെയ്തിരിക്കുന്നത്, dramatic idylls. Idyll is an imaginative rendering of pictures you seen or experience. It is a poetic coloring. Poetic coloring എന്ന് പറയുന്നത് പോയിന്റിന്റേതായിട്ടുള്ള വ്യൂ പോയിന്റിൽ അതിന് കുറച്ച് എക്സാജറേഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിനെയാണ് poetic coloring എന്ന് പറയാം. New and heightened vision. Idyll made its way into England during the Renaissance period. നമ്മളുടെ ഇഡിയൽ പോയിംസ് ഈ സമയത്ത് കയറി വന്നതാണ്. ടെനിസൺ വാസ് ജസ്റ്റിഫൈഡ് ഇൻ യൂസിംഗ് ദ ടേം ഇൻ ദ ടൈറ്റിൽ ഓഫ് ഇഡിയൽസ് ഓഫ് ദ കിങ്. ടെനിസനെ കൂടുതൽ ഇഡിയൽസ് ഓഫ് ദ കിങ്, അതായത് ഇഡിയൽ പോയിംസ് എഴുതുന്നതിൽ കിങ് ഓഫ് കിങ്സ് എന്ന് നമ്മൾ ടെനിസനെ പറയാറുണ്ട്. അപ്പൊ ടെനിസൺ ഷോർട്ട് ആക്കി പറഞ്ഞതിൽ ഈ പോയിന്റ്സ് ഒക്കെ ടെനിസന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ എഴുതാന്നർത്ഥം.
ഇഡിയൽ പോയിംസ് കൂടുതൽ എഴുതിയതാണ് ടെന്നിസൺ. ഇഡിയൽ സ്റ്റൈൽ ഓഫ് പോയം ആണ് എഴുതിയിരിക്കുന്നത്, തന്റെ ഫ്രണ്ടിന് വേണ്ടി എഴുതിയിരിക്കുന്ന മറ്റേ വാർ പോയിംസിൽ എലിജിയിലും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ടെന്നിസനെ കുറിച്ച് മെൻഷൻ ചെയ്യാമെന്ന് അർത്ഥം. ആൻഡ് ദ വർക്ക് വാസ് എ നോവൽ ഓഫ് കോമ്പിനേഷൻ ഓഫ് ഇഡിയൽ ആൻഡ് എപ്പിക്. അടുത്തതാണ് എപ്പിക്. അപ്പൊ ടെന്നിസന്റെ വർക്കില് 3 ഉണ്ട്, എലിജി വരുന്നുണ്ട്, ഇഡിയൽസ് വരുന്നുണ്ട്, അതേപോലെ എപ്പിക്സും വരുന്നുണ്ട്. എല്ലാ സ്റ്റൈലിലും എഴുതിയിട്ടുണ്ടെന്ന് അർത്ഥം ടെന്നിസൺ. ആൻഡ് എപ്പിക് എടുക്കാൻ പറ്റുമോ? Yes, epic is a long narrative. Next one is epic. Epic is a long narrative poem on a great and serious subject related in an elevated style. Epics poem എന്ന് പറയുന്നത് നമ്മളുടെ മലയാളത്തിൽ എന്താ അതിന് പറയാ, നമ്മളുടെ എന്താ പറയാ, രാമായണം മഹാഭാരത് അതിനെയൊക്കെ എന്താ പറയാ, മലയാളത്തിൽ ഒരു വേർഡ് ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ എപ്പിക്സ് എന്ന് പറയാം മലയാളത്തിൽ. ഇതിഹാസം അല്ലാതെ വേറൊരു വേർഡ് ഉണ്ട്. ഇതിഹാസം അല്ലാതെ ഒരു വേർഡ് ഉണ്ട്, എപ്പിക്സിന് ഒരു വേർഡ് ഉണ്ട്. കണ്ടില്ല, മെസ്സേജ് കണ്ടില്ല. ലോങ് നറേറ്റീവ് പോയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാമായണമൊക്കെ ഒരു ഹീറോയിനെ ഗദ്യമല്ല, അതുമല്ല, പെട്ടെന്ന് വേർഡ് കിട്ടിയില്ല. അതായത് ഇപ്പൊ രാമായണം ഒരു ഫോർ എക്സാമ്പിൾ, രാമായണം എന്ന് പറഞ്ഞാൽ രാമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് മഹാകാവ്യം, അതുമല്ല, പുരാണമല്ല, ആ വേർഡ് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല എന്താണെന്നത്. ഒരു ഹീറോനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലോങ് സ്റ്റോറി, കുറെ എപ്പിസോഡ്സ് ഉള്ള ലോങ് സ്റ്റോറി, അതിനെയാണ് എപ്പിക്സ് എന്ന് പറയാം. അതുമല്ല, കാണ്ഡങ്ങളും അല്ല, അതിനെയും അല്ല പറയാം. അതായത് ഇപ്പൊ നമ്മൾ രാമായണം എടുത്ത് നോക്കിയാൽ ഒരാളാണ് ഹീറോ, അതിൽ ഒരു ഹീറോ മാത്രമേ ഉള്ളൂ. അതിന്റെ ആ ഹീറോയിന്റെ ചെറുപ്പം മുതലുള്ള ലൈഫ് ലോങ് ഉള്ള സ്റ്റോറി, വലിയ കുറെ ലൈഫ് ലോങ് ഇൻസിഡൻസ് എല്ലാം എടുത്തുകൊണ്ട് അതിനെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ 10-15 ബുക്കുകളാക്കി തിരിച്ചിട്ട് അത്രയും വലിയൊരു സ്റ്റോറി ആക്കി എഴുതുക. അതിനെയാണ് വീരകാവ്യം. ഞാൻ കേട്ടിട്ടേ ഇല്ല വാപ്പരകാവ്യം. ഇനി ഞാൻ മലയാളം ഇതൊക്കെ പഠിക്കേണ്ടി വരും. ഈശ്വര, എവിടുന്നാണ് ഇതൊക്കെ തെരഞ്ഞെടുത്തെടുത്തത്? അപ്പരകാവ്യം ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇതിലും കൂടുതൽ വലിയ വാക്കുകളൊക്കെ എഴുതി എന്നെ പഠിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എപ്പിക്സിന് പെട്ടെന്ന് കിട്ടും, ഞാൻ പറയുന്നതിനിടയിൽ കിട്ടും, ഞാൻ പറഞ്ഞുതരാം. ആൻഡ് എലിവേറ്റഡ് സ്റ്റൈൽ ആൻഡ് സെന്റേഡ് എന്ന ഹീറോയിക്. അപ്പൊ നേരത്തെ പറഞ്ഞു ഇതിഹാസ ഹീറോയിക് സ്റ്റൈൽ, അതായത് ഒരു ഹീറോയിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവാന്ന് പറഞ്ഞു. ഹൂസ് ആക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫേറ്റ് ഓഫ് എ ട്രൈബ്, നേഷൻ ഓർ എ ഹ്യൂമൻ റേസ്. ഒരു ജനതയെ തന്നെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ട്രൈബിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന, ഒരു രാജ്യത്തിന്റെ ഫേറ്റ് തന്നെ കൊണ്ടു നടക്കുന്ന, ഫേറ്റ് തലവിധിയെ തന്നെ ആ ഹീറോയിന്റെ പുറത്താണെന്ന് തോന്നുന്ന വിധത്തിലുള്ള സ്റ്റോറീസ് ആയിരിക്കും ഇതിൽ പൊതുവേ നമ്മൾ രാമായണമൊക്കെ എക്സാമ്പിൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഓഫ് എപ്പിക് യൂറോപ്യൻ ലിറ്ററേച്ചർ ആർ ഇലിയഡ് ആൻഡ് ഒഡിസി. ഇലിയഡ് ആൻഡ് ഒഡിസി നേരത്തെയും കേട്ടു. യൂറോപ്യൻ ലിറ്ററേച്ചറിലുള്ള ക്ലാസിക്കൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ എപ്പിക് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇലിയഡ് ആൻഡ് ഒഡിസിയിലാണ് വരുന്നത്. ഗ്രീക്ക് പോയറ്റ് ഹോമർ ആണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദ തീം ഓഫ് എപ്പിക് ഇസ് ബാഹുബലിയോ. തീം ഓഫ് എപ്പിക് ഇസ് സ്റ്റേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ലൈൻസ് അക്കംപനിഡ് ബൈ എ പ്രയർ ടു ദ മ്യൂസ്. അപ്പൊ ഒരു പ്രയർ ഫോമിൽ എഴുതിയിട്ടുണ്ടാവും. സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി തീം ഇസ് കോൾഡ് ദ പ്രൊപ്പോസിഷൻ ആൻഡ് ദ പ്രയർ ദ ഇൻവൊക്കേഷൻ. വെർജിൽസ് ഇതിന്റെ പേരുകൾ, അതിന്റെ ഫോംസിന്റെ പേരുകളാണ്, ആ ലൈൻസിന്റെ പേരുകളെയാണ് പറയുന്നത്. പ്രയർ ടു ദ മ്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പ്രയർ ഫോമിന് ഇൻവൊക്കേഷൻ എന്ന് പറയും. വെർജിൽസ് എനേഡ് ഇസ് ഇമിറ്റേഷൻ ഓഫ് ഹോമേഴ്സ് ഇലിയഡ്. ഇലിയഡിന്റെ സ്റ്റൈൽ, ഗ്രീക്ക് സ്റ്റൈലിൽ എന്തൊക്കെയാണ്? അപ്പൊ